തീവണ്ടിയിൽ വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇനി വെള്ളമില്ല മണ്ണുമില്ല അങ്ങനത്തെ ഒരു അവസരമാണെങ്കിൽ ഈ വകുപ്പ് അങ്ങോട്ട് പരത്തി കൊണ്ടുപോയിട്ട് എവിടെ എത്തിച്ചു? ഇസ്ലാമിലെ ഉലമാക്കന്മാരും ഫുഖഹാക്കന്മാരും വെറുതെ ചുമരും അടിച്ചാൽ മതി എന്ന് വരെ പറഞ്ഞു. എന്നാലും നിസ്കാരത്തിന് ഒഴിവ് കഴിവില്ല എന്ന് പറഞ്ഞു. ഈ തയമ്മുമിന്റെ വകുപ്പിൽ നിന്ന് എന്തൊക്കെ തത്വങ്ങൾ അവർ സ്വരൂപിച്ചെടുത്തു. മണ്ണ് പോലും നല്ലത് കിട്ടുന്നില്ലെങ്കിൽ അടിച്ചാൽ മതി, എന്നാലും നമസ്കാരത്തിന് ഒഴിവ് കഴിവില്ല. ആയിഷ ബീവിയുടെ മാല വഴി ഇസ്ലാമിന്റെ ഒരു വലിയ വകുപ്പ് അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ വഴി പഠിപ്പിച്ചു കൊടുത്തു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിറകെ ആദ്യം സ്വീകരിച്ച നടപടികൾ, ഇസ്ലാമിന്റെ കപ്പൽ കാറ്റിൽ കിടന്ന് ഒലഞ്ഞാടിയ സന്ദർഭമായിരുന്നു അത്. ഒരു ഭാഗത്ത് മുർത്തദ്ദുകൾ, മറുഭാഗത്ത് സക്കാത്ത് കൊടുക്കില്ല എന്ന വാദഗതികൾ, മറുഭാഗത്ത് യുദ്ധങ്ങൾ, പുതിയ പുതിയ ശിഥിലീകരണത്തിന്റെ ശക്തികൾ. അങ്ങനെ പലരും ആ സന്ദർഭത്തിൽ രംഗത്ത് വരികയുണ്ടായി. നിങ്ങൾക്കറിയാം ആ സന്ദർഭത്തിലുണ്ടായ പ്രതിഭാസങ്ങളെക്കുറിച്ച്. സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞവർ, അപ്രകാരം തന്നെ ദീനിനെ വിട്ട് മുർത്തദ്ദായി മാറിയവർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി ഞങ്ങൾ ദീന് വിടുകയാണ് എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അങ്ങനെ ദീന് വിട്ടിട്ട് മുർത്തദ്ദായി മാറിയ ആളുകളുണ്ടായിരുന്നു. അവരെ കൈകാര്യം ചെയ്യേണ്ട ബാധ്യത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ വന്നു. ചിലർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, നബി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ സക്കാത്ത് കൊടുത്തതെന്ന് പറഞ്ഞു. റസൂല് പോയി. ഇനി എങ്ങനെ സക്കാത്ത്? ഇനി എന്തിനാ സക്കാത്ത്? ഇനി ആരാ ഞങ്ങളെ ഇന്ന് സക്കാത്ത് പിരിക്കാൻ പറ്റിയവർ? അവർ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. സക്കാത്ത് കൊടുക്കൂല എന്നൊരു കൂട്ടർ. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ചിലരൊക്കെ നിസ്കരിക്കും പക്ഷേ സക്കാത്ത് കൊടുക്കൂല. അങ്ങനെ ചിലരുണ്ട്. നിസ്കാരത്തിലൊക്കെ താല്പര്യമായിരിക്കും, പള്ളിയിലൊക്കെ എപ്പോഴും ഉണ്ടാവും, സക്കാത്ത് കൊടുക്കൂല. പണത്തുമ്പ തൊടുമ്പോഴാണ് ദീനിന്റെ വില അറിയാ. പണത്തുമ്പ തൊടുമ്പോഴാ ദീനിന്റെ വില. ശരീരത്തുമ്പ തൊടുമ്പോഴേക്കാളും പണത്തുമ്പ തൊടുമ്പറിയും. എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ. നിസ്കാരം പോലുള്ള മതകാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചൊക്കെ താല്പര്യം ഉണ്ടാവും. പണത്തിന് ചെലവില്ലാത്ത ദീനിൽ താല്പര്യം ഉണ്ടാവും. പണത്തുമ്പ തൊടുമ്പുള്ള ദീനിൽ നിന്ന് അവർ മെല്ലെ മെല്ലെ വ്യതിചലിക്കും. ആ അവസ്ഥാവിശേഷം കൊണ്ട് ചിലർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല, ചിലർ പറഞ്ഞു ഞങ്ങൾ മുർത്തദ്ദായിട്ട് മാറുകയാണ്. ചിലർ കള്ളപ്രവാചകന്മാരെ പ്രത്യക്ഷപ്പെട്ടു. മക്കയിലെ മുഹമ്മദിന് നബിയാകാമെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് എന്തുകൊണ്ട് നബിയായി കൂടാ? കൂണമാതി കള്ളപ്രവാചകന്മാര് മുളച്ചു പൊന്തി. അള്ളാഹുവിന്റെ റസൂല് കണ്ണടച്ചതിന്റെ പിറ്റേന്ന് മുതൽ മുസൈലിമത്തുൽ കദ്ദാബ് പറഞ്ഞു ഞാനും നബിയാണ്. അസ്വദുൽ അൻസി പറഞ്ഞു ഞാനും നബിയാണ്. ആണുങ്ങൾ മാത്രം നബിയായാ പോരാ, ഞാനും നബിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും രംഗത്ത് വന്നു. സജാ, കള്ളപ്രവാചക. നാനാഭാഗത്ത് നബിമാര്, കള്ള നബിമാര് കൂണുപോലെ മുളച്ചു പൊന്തി. അങ്ങനെ ഫസാദ് നിറഞ്ഞ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കപ്പൽ മുന്നോട്ട് നയിക്കാനുള്ള കപ്പിത്താനായി ഹസ്രത്ത് സയ്യിദുനാ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖുൽ അക്ബർ ഈ കപ്പലിന്റെ കപ്പിത്താനായിട്ട് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ ഈ ദീനിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ ജീവിച്ചിരിക്കെ ഈ ദീനിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ അനുവദിക്കില്ല. ഈ ദീനിൽ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കള്ള നബിമാരെ ഞാൻ അടിച്ചമർത്തും. സക്കാത്ത് നിഷേധികളെ ഞാൻ നിലക്ക് നിർത്തും. മുർത്തദ് പ്രസ്ഥാനക്കാരെ ഞാൻ നിയന്ത്രിക്കും. അവരെ ഞാൻ നിസ്നാമാവശേഷമാക്കും. ഈ ദീനൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ നട്ടു വളർത്തിയ ദീനാകുന്ന തണൽമരം, ഈ ദീനാകുന്ന തണൽമരത്തിൽ ഒരു കേടും പറ്റാതെ കാത്തു സൂക്ഷിക്കുന്ന ബാധ്യത ഞാൻ ഏറ്റെടുക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു. അയൻഖുസുദ്ദീൻ വഅന ഹയ്യൻ. ആ വാചകം യുവാക്കൾക്ക് ആവേശകരമായിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരിക്കെ ഈ ദീൻ എന്തെങ്കിലും സംഭവിക്കോ? ഒരു ഭാഗത്ത് മുർത്തദ്ദീങ്ങൾ, മറുഭാഗത്ത് സക്കാത്ത് കൊടുക്കൂല എന്നുള്ള സക്കാത്ത് നിഷേധികൾ, മറുഭാഗത്ത് കള്ളപ്രവാചകന്മാര്. അങ്ങനെ കൊടുങ്കാറ്റ് നിറഞ്ഞ, പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ, കൊമ്പൻ സ്രാവുകൾ വാവൊളിച്ചു നിൽക്കുന്ന കടലിലൂടെ ഇസ്ലാമിന്റെ കപ്പലിനെ മുന്നോട്ട് നയിക്കേണ്ട കപ്പിത്താൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയായിട്ട് അങ്ങോട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വന്നു വമ്പിച്ച പ്രശ്നങ്ങളും പ്രയാസങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമയുടെ പ്രതിനിധിയായിട്ട്, പിന്മുറക്കാരനായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ പ്രയാസങ്ങൾ ഒന്നൊന്നായിട്ട് നേരിട്ടു.
ഋദ്ധക്കാരെ അടിച്ചമർത്തി, കള്ളപ്രവാചകന്മാരെ യുദ്ധത്തിൽ നേരിട്ട് തോൽപ്പിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ അടിച്ചമർത്തി, പലരും കൊല ചെയ്യപ്പെട്ടു. അതിൽ രസകരമായ സംഗതി എന്താ പറഞ്ഞാൽ ഓരോന്നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ എന്നുള്ളതാണ്. ഈ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ എനിക്ക് ഇന്ന് വരെ എൻ്റെ അത്ഭുതം വിട്ടുമാറാത്തൊരു സംഗതി അതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ. ഓരോന്നിൻ്റെ ഒപ്പം ആയിരക്കണക്കിന് ആളുകളെ, കള്ളപ്രവാചകന്മാരൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ച നാട്ടിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട നാട്ടിൽ ഖുർആൻ ഇറങ്ങിയിട്ട് ആ ഖുർആന്റെ ആയത്തുകൾ നേരിട്ട് റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ജനങ്ങൾക്കിടയിൽ ആ റസൂൽ അങ്ങോട്ട് കണ്ണടച്ചപ്പോഴേക്ക് കള്ളപ്രവാചകന്മാർ ഞാനും നബിയാന്ന് പറഞ്ഞൊരു പെണ്ണ് വരെ വന്നപ്പോ അതിനുണ്ട് ആള്. പിന്നെ നമ്മളെ കാലത്ത് ഓരോന്നിന്റെ പിന്നാലെ ആൾക്കാർ കൂടുന്നില്ല, ആരെങ്കിലും അത്ഭുതപ്പെടണോ? എന്തെങ്കിലും വരുമ്പോ കാണാൻ കുറെ ആൾക്കാർ എന്തിന്റെ പിന്നിൽ ഉസാറായി. അപ്പൊ എന്റെ അത്ഭുതം ഞാൻ അങ്ങനെയാണ് മാറ്റുന്നത്. എനിക്കിങ്ങനെ അത്ഭുതം തോന്നുന്നുണ്ട് ഓരോ പുതിയത് കാണുമ്പോൾ. അവിടെ അതിന്റെ പിന്നാലെ കുറച്ച് ആൾക്കാർ, ഇവിടെ അതിന്റെ പിന്നാലെ കുറച്ച് ആൾക്കാർ. അത്ഭുതം പിന്നെ ഇതങ്ങോട്ട് ആലോചിക്കുമ്പോൾ മാറലാണ്. റസൂലുള്ള വഫാത്തായിട്ട് കണ്ണടച്ചതിന്റെ തൊട്ട് പിറ്റേന്ന് ഞാൻ നബിയാ എന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് വരെ ആ അറേബ്യയിൽ നിന്ന് ആളെ കിട്ടി. ഒന്നും രണ്ടും അല്ല, ആയിരങ്ങൾ. മുസൈലിമത്തുൽ കദ്ദാബിനോട് സിദ്ദീഖുൽ അക്ബർ ഏറ്റുമുട്ടാൻ പോയപ്പോ ആയിരക്കണക്കിനായിരുന്നു മുസൈലിമത്തിന്റെ പട എന്ന് ചരിത്രത്തിൽ പറയുന്നു. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ധീരമായി നേരിട്ടു. സിദ്ദീഖിന്റെ കാലത്ത് പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പരിഷ്കരണങ്ങളും ഭരണപരമായ നേട്ടങ്ങളും സമൂഹം കൈവരിച്ചു. മുസ്ഹഫ് ആദ്യമായിട്ട് ക്രോഡീകരിക്കുന്ന പണി തുടങ്ങിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മുസ്ഹഫ് ക്രോഡീകരിച്ചിരുന്നില്ല. കല്ലുമ്മല്, എല്ലുമ്മല്, മൃഗങ്ങളുടെ തോലിന്മല്, പിന്നെ സഹാബാക്കളുടെ കൽബില്. അതായിരുന്നു ഖുർആന്റെ സ്ഥിതി. കല്ലില് കൊത്തിവെച്ചിട്ടുണ്ട് ചിലർ ആയത്തുകൾ, വഹി വരുമ്പോഴേക്ക് കൊത്തിവെക്കും. ചിലത് എല്ലും കഷത്തുമ്മ കൊത്തിവെച്ചിരിക്കുന്നു, ചിലത് മൃഗങ്ങളുടെ തോലിൽ എഴുതി വെച്ചിരിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ കൽബിൽ ഹിഫ്ളാക്കിയിരിക്കുന്ന ഖുർആൻ മനപാഠമായി പഠിച്ചിരിക്കുന്നു. അതങ്ങനെ പോരാ, ഒരു മുസ്ഹഫായിട്ട് ക്രോഡീകരിക്കണമെന്ന അഭിപ്രായമുണ്ടായി. ആരാണ് ആ അഭിപ്രായം ആദ്യമായിട്ട് ആരെ തലയിലാ ഉദിച്ചതെന്നറിയോ? ആരെ തലയിലാ ഉദിക്കേണ്ടത്? ഏറ്റവും നല്ല ആശയങ്ങൾ, സമൂഹത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന സിദ്ധാന്തങ്ങൾ, പരിഷ്കരണത്തിന്റെ സംഗതികൾ ഏത് തലയിൽ ഉദിക്കണം? ഏതൊരാളുടെ നാവിലാണോ അള്ളാഹു സത്യത്തെ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചത് ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു ഉമറിന്റെ നാവിൽ സത്യത്തെ വെച്ചിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആ ഉമറിന്റെ തലയിലാണ് ആദ്യം ഉദിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള നന്ദി മുസ്ലിം സമുദായത്തിന് ഖിയാമത്ത് നാൾ വരെ തീർത്താ തീരൂല. മുസ്ഹഫ് ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദി ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഈ മുർത്തദ് പ്രസ്ഥാനങ്ങളുമായുള്ള യുദ്ധങ്ങൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ സഹാബാക്കൾ ഒരുപാട് ഷഹീദായപ്പോൾ ഖുർആൻ ഹിഫ്ളാക്കി പഠിച്ചു വെച്ചിരുന്ന സഹാബാക്കളും ഷഹീദായി. അങ്ങനെ ഖുർആൻ മനപ്പാടാക്കിയവരെ കണ്ണി അങ്ങനെ അറ്റുപോണത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ചെന്ന് കൊണ്ടു തറച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നേരെ പോയി ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഒരു വലിയ അപകടം വരാൻ പോകുന്നുണ്ട്. ഖുർആൻ മനപ്പാഠമാക്കിയ സഹാബാക്കൾ ഓരോരുത്തരായിട്ട് യുദ്ധങ്ങളിൽ ഷഹീദായി കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ക്രോഡീകരിക്കണ്ടേ? പാവമായ ശുദ്ധാത്മാവായ നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ റസൂലിനെ അല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ മെനക്കെടാത്ത സിദ്ദീഖുൽ അക്ബർ പെട്ടെന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തത് ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ചു. അതിന് തടസ്സവാദമാണ് സിദ്ദീഖ് ആദ്യം പറഞ്ഞതെന്നാണ്. സിദ്ദീഖ് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് ക്യാരക്ടറും, സിദ്ദീഖിന്റെ ക്യാരക്ടറും ഫാറൂഖിന്റെ ക്യാരക്ടറും, രണ്ട് സ്വഭാവങ്ങളും. സിദ്ദീഖ് എന്താന്ന് പറഞ്ഞാൽ റസൂലിന്റെ നേല് എന്ന് മനസ്സിലാക്കിയാൽ മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ എന്താ അത് തന്നെ. അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അത് തന്നെ, അതിലപ്പുറമൊന്നുമില്ല. മിറാജിന്റെ രാത്രി നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു, ആകാശഗോളങ്ങൾ കയറിപ്പോയിരിക്കണോന്ന് പറയണേ. സിദ്ദീഖിന്റെ വീട്ടിൽ പോയിട്ട് സഹാബി പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഖുറൈശികൾക്ക് വിശ്വാസമില്ല. ഉടൻ തന്നെ അതാ വിളിച്ചു പറയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ആ വന്ന സുഹൃത്തിനോട്, റസൂൽ അങ്ങനെ പറഞ്ഞോ? ബൈത്തുൽ മുഖദ്ദസ് പോയി അവിടുന്ന് ആകാശഗോളങ്ങൾ കയറി എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോഴും കഅബ ശരീഫിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരൻ പറയേണ്ട താമസം സിദ്ദീഖ് പറഞ്ഞു, റസൂൽ പറഞ്ഞെങ്കിൽ അബൂബക്കർ വിശ്വസിച്ചിരിക്കുന്നു റളിയല്ലാഹു അൻഹു. അതായിരുന്നു ആ സ്വഭാവം. ആ മിറാജിന്റെ കാരണത്താലാണ് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടിയത് എന്ന് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യണ്ടായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സിദ്ദീഖ്
അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനെയും റസൂലിനെയും സത്യമായിട്ട് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ആള്. സദ്ദഖ, ഏത് കാര്യത്തെയും റസൂലുമായിട്ട് ബന്ധപ്പെട്ട എന്തിനേയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുമായിരുന്നു. അവിടെ പോയിട്ടാ പറഞ്ഞത്, എല്ലുമ്മലും കല്ലുമ്മലും കിടക്കണം, മുസാഫിന്റെ ആയത്തുകൾ എടുത്തിട്ട് ക്രോഡീകരിക്കണം. അബൂബക്കർ സിദ്ദീഖ് പെട്ടെന്ന് പറഞ്ഞു, റസൂൽ അത് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാ ചെയ്യാ, ഞാനെങ്ങനെ അത് ചെയ്യാ? പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പടച്ചോൻ തോന്നിപ്പിച്ചതല്ലേ ഈ കാര്യം? രണ്ടും സത്യാണല്ലോ. സിദ്ദീഖ് പറഞ്ഞത് റസൂലുള്ളാഹിനോടുള്ള ആ റസൂലിനോടുള്ള മുഹബ്ബത്തിന്റെ ഒരു പ്രകടനം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്തിന്റെ മറ്റൊരു പ്രകടനം. രണ്ടും രണ്ട് വഴി, പക്ഷേ രണ്ടും ഒരു വഴി, രണ്ടും ഒന്നിൽ ചെന്ന് മുട്ടുന്ന വഴി. രണ്ടും ഗേറ്റുകളാണ്, രണ്ട് ഗേറ്റും കടന്നിട്ട് എത്തുന്നത് ഒരേ വീട്ടിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ വാസസ്ഥാനത്താണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു, അപകടമാണ്, മുസാഫ് ബാക്കി നിൽക്കണം. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തൊരു പുതിയ പ്രശ്നമാണിത്. അന്ന് മുസാഫ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ക്രോഡീകരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യം വരും, തലമുറകൾ കഴിഞ്ഞാലും നിൽക്കണം. ഇത് ദൈവിക ഗ്രന്ഥമാണ്, ഇത് ആകാശഭൂമികളുടെ വെളിച്ചമാണ്, ഇത് നൂറും ഇത് വ്യക്തമായ ഗ്രന്ഥമാണ്, ഇത് വെളിച്ചമാണ്, ഇത് ഹിദായത്താണ്, ഇത് റബ്ബ് മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഇത് കേടുപാട് പറ്റരുത്, ഇതിന് വലിയ മാറ്റമുണ്ടാകരുത്, ഇതിന്റെ അക്ഷരം മാറ്റമുണ്ടാകരുത്. ലോകത്ത് ഒരേ ഒരു മുസ്ഹഫ്, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒരേ ഒരു മുസ്ഹഫ്. ഇപ്പോൾ തന്നെ അതിന് പണി തുടങ്ങണമെന്ന് പറയേണ്ട താമസം. ഉമറിന്റെ ന്യായവാദങ്ങൾക്ക് മുമ്പിൽ സമ്മതം മൂളിക്കൊണ്ട് സിദ്ദീഖുൽ അക്ബർ സമ്മതിച്ചു, ഉമറേ അങ്ങ് പറഞ്ഞത് സത്യമാണ്, മുസ്ഹഫ് ക്രോഡീകരിക്കണം, നമുക്ക് പണി തുടങ്ങിക്കളയാം. അങ്ങനെ മുസ്ഹഫ് ക്രോഡീകരണത്തിന്റെ നേതൃത്വം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏറ്റെടുത്തു. അങ്ങനെ ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയൊരു മുസ്ഹഫ്, എല്ലുമ്മലും കല്ലുമ്മലും മനുഷ്യന്റെ ഹൃദയങ്ങളിലും തോലിലും കിടന്ന സഹാബാത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. അത് പിന്നെയും ഓദിപ്പിച്ച് കേൾപ്പിച്ച് ധാരാളം സഹാബികൾ ജീവിച്ചിരിപ്പില്ലേ. വഹി വരുമ്പോഴേക്ക് അത് മനപ്പാടാക്കായിരുന്നു, എഴുതി വെക്കായിരുന്നു പലരും. ഈ സിദ്ദീഖുൽ അക്ബറിനെ ഖുർആൻ മനപ്പാടായിരുന്നില്ലേ? എന്തിനാ വേറുള്ള ഒരാൾക്കാരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യം? അതുകൊണ്ട് ഖുർആൻ ലോകത്തൊരു ഗ്രന്ഥത്തിനില്ലാത്തൊരു ഒരു വലിയ ബഹുമതി. അത് ആ കാലഘട്ടത്തിൽ തന്നെ അത് ക്രോഡീകരിക്കപ്പെട്ടു. അത് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ഹഫിന്റെ ചരിത്രത്തിൽ മറ്റൊരു വിപ്ലവകരമായ സംഭവം ഉണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട ഖുർആൻ മുസ്ഹഫ് അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഡിഷനുകളാക്കി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കവി പറയാണ്, എല്ലായിടത്തും ഇരുട്ടാണ്. ഈ ഇരുട്ടത്ത് ഒരു സന്മാർഗത്തിന്റെ സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല. ഒരു ഭാഗത്ത് ഇർത്തിദാദ്, മുർത്തദ് പ്രസ്ഥാനം, ഒന്നുമില്ലേ, പലതും റഫ്ദ ബിദ്അത്ത്, പലവിധം പിഴവുകൾ ബിദ്അത്ത്, ദീനിൽ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുന്ന ബിദ്അത്തിന്റെ റഫ്ദ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളെ ആക്ഷേപിക്കുന്ന സിദ്ധാന്തങ്ങൾ അതൊരു ഭാഗത്ത്, അതിന്റെ എല്ലാം കൂട്ടങ്ങൾ ഒരു ഭാഗത്ത്. ഇതിനെ നേരിടാൻ ഔർ മുഖാബിൽ മേ കിസി സിദ്ദീഖ് കാ ലഷ്കർ നഹി, അതിനെ നേരിടാൻ ഒരു സിദ്ദീഖിന്റെ പടയില്ലല്ലോ. അംബിയാ കെ ബാദ് ജിസ്സേ കോയി ബർതർ നഹി, അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖിനെ പോലെ ഉത്തമനായ ഒരാൾ വേറെയില്ല. അംബിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹാൻ സിദ്ദീഖാണ്. യാനി വ സിദ്ദീഖ് ഉമ്മത്ത് കാ പഹലാ സംഗമേൽ, അതായത് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ മൈൽകുറ്റിയാണ്. സംഗമൈൽ, ആദ്യത്തെ മൈൽകുറ്റി, ആദ്യത്തെ നാഴികക്കല്ല് ആണ് സിദ്ദീഖുൽ അക്ബർ, ഈ ഉമ്മത്തിന്റെ ആദ്യത്തെ നാഴികക്കല്ല്. റസൂലുള്ളാഹി കഴിഞ്ഞിട്ട് പിന്നെ നാഴികക്കല്ല് അവിടുന്ന് തുടങ്ങുകയാണല്ലോ, സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ആദ്യം റസൂലുള്ളാഹി കൊണ്ടുവന്ന ദീനിൽ വിശ്വസിച്ചതും സിദ്ദീഖുൽ അക്ബറാണ് റളിയല്ലാഹു തആല അൻഹു. ഷാഹ്റാഹദീൻ പജിസ്കാ താനിയേ വഹം സർ നഹി, സിദ്ദീഖിന് ഒരു രണ്ടാമനോ സിദ്ദീഖിന്റെ കൂടെ നിൽക്കുന്ന ഒരാളോ ദീനിന്റെ രാജപാതയിൽ വേറെയില്ല. ഉൽഫത്തെ സിദ്ദീഖ് അക്ബർ പി കി ശറാബ് ഹൂഷ് ഗവാർ, സിദ്ദീഖിനോടുള്ള സ്നേഹത്തിന്റെ പാനീയം എത്ര മധുരമാണ്. പീ രഹാ ഹേ മുസ്തഖിൽ ഗോ ഹാത്ത് മേ സാഗർ നഹി, ഞാൻ എന്റെ കയ്യിൽ സിദ്ദീഖുൽ അക്ബറോടുള്ള സ്നേഹത്തിന്റെ പാനീയം എടുത്തിട്ട് അത് കുടിച്ചു തീർക്കുകയാണ്. അസ്മത്തെ സിദ്ദീഖ് കാ മുൻകർ മുൻകിർ തോ ഹോഗാ ബസ് ബഹർ,
സിദ്ദീഖിന്റെ മഹത്വത്തെ നിഷേധിക്കുന്നവനുണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ജിസ്കോ തോടാ സാബി ഖൗഫ ദർ മഹ്ശർ നഹി, അല്ലാഹുവിന്റെ നാളെ നടക്കാനിരിക്കുന്ന മഹ്ശറയുടെ വിചാരണ അത് പേടിയില്ലാത്തവൻ മാത്രമേ സിദ്ദീഖുൽ അക്ബറിനെ നിഷേധിക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ. मुस्तफा से जैसे अफजल कोई पैगंबर नहीं, अहले उम्मत में कोई अबू बकर बरतर नहीं. മുസ്തഫയേക്കാൾ ഉത്കൃഷ്ടനായ ഒരു പ്രവാചകനില്ല. ഈ ഉമ്മത്തിലാകട്ടെ സിദ്ദീഖുൽ അക്ബറിനേക്കാൾ മഹത്വമുള്ള ഒരാളില്ല. റളിയല്ലാഹു തആല അൻഹു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ച് പറയണം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ വഫാത്തിന്റെ പുറകെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ വഫാത്ത് നടക്കുന്നത് നിങ്ങൾക്കറിയാം, ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ഫാത്തിമ ബീവി അവിടെ ഉണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ, ഫാത്തിമ ബീവിയുടെ അടുക്കൽ അടുത്തൊരു പാത്രം ഇരിക്കുന്നു. പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നു. പാത്രത്തിലെ വെള്ളത്തിൽ കൈ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കൊണ്ട് പലപ്പോഴും മുഖം തുടച്ചുകൊണ്ട് വഫാത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ കഴിയുകയാണ്. ആ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് ചോദിക്കുമായിരുന്നത്രേ, നിസ്കരിച്ചോ? സഹാബത്ത് നിസ്കരിച്ചോ എന്ന് ചോദിക്കുമായിരുന്നു. എന്താണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വിലപ്പെട്ട സാധനം? അത് 5 വക്ത് നിസ്കാരം തന്നെ. അതുണ്ടോ? എന്നാ അടിസ്ഥാനം രക്ഷപ്പെട്ടു. അതില്ലേ, സംഗതി കുഴപ്പമാണ്. ധാരാളം ചെറുപ്പക്കാരെ ഈ സദസ്സിൽ ഞാൻ കാണുന്നു. ധാരാളം യുവാക്കൾ അല്ലാഹു നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. ഇത്തരം കാര്യങ്ങളിൽ ചെറുപ്പക്കാർ കൂടുതലായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞ് അവിടെ ഒരു 90% യുവാക്കളാണ്. ഞാൻ ആ ചെറുപ്പക്കാർക്ക് ഒരേ ഒരു അപേക്ഷ മാത്രം നൽകുന്നു. മക്കളെ, 5 നേരം കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക സ്വഭാവത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം. അത് നിലനിർത്തണം. അതിലായിരിക്കണം ദീനിന്റെ തീവ്രവാദം. തീവ്രവാദത്തിന്റെ കാലാണല്ലോ. 5 വക്ത് നിസ്കരിക്കണം എന്നാണ് തീരുമാനിക്കുക. അതിലൊരു തീവ്രവാദിയാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല. പക്ഷെ അതിൽ തീവ്രവാദിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വർത്താനത്തിന്റെ തീവ്രവാദത്തിന് സുഖമുള്ളതാണ്. അതെല്ലാവരും ചെയ്യും, ഏറ്റെടുക്കും. അവിടെയാണ് ചുറ്റുപാട്. 5 വക്ത് നിസ്കാരം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമാണ്. അതിന് ഒഴിവില്ല. യാത്രയിൽ ഒഴിവില്ല, യോഗത്തിൽ ഒഴിവില്ല. രോഗിയാണോ? ഇരുന്നിട്ട് നിസ്കരിച്ചോ? വയ്യേ. കിടന്നിട്ട് നിസ്കരിച്ചോ? അതിനും വയ്യേ. ചെരിഞ്ഞിടണോ? അതിനും വയ്യേ. ഇഷാറത്താക്കിക്കോ. കൊടുക്കാൻ വെള്ളമുണ്ടോ? ഇല്ലേ. തയമ്മും ചെയ്തോ? എന്തായാലും മരിക്കുന്നവരെ നിസ്കാരം ഫർളാണ്. ഫാത്താൻ പോകുമ്പോഴും ചോദിക്കാൻ, എന്റെ സഹാബത്ത് നിസ്കരിച്ചോ? ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറ. ആയിഷ ബീവിയോട് പറയുകയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. സൂര്യൻ അസ്തമിക്കുകയാണ്. ജ്വാലാനങ്ങൾ അണഞ്ഞു പോവുകയാണ്. വെളിച്ചത്തിന്റെ പ്രളയം നീങ്ങുകയാണ്. ലോകത്തിന് ഒരു അത്താണിയില്ല. ലോകത്തിന് ആലംബമില്ല. സത്യത്തിന്റെ തേജോമുഖം അതാ ലോകത്തിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ്. ഹബീബ നബി, ഞങ്ങളെ കുടിപ്പിച്ച നബിയെ, സത്യത്തിന്റെ പാനീയം കുടിപ്പിച്ച നബി, ആ നബി ലോകത്തുനിന്ന് ഇവിടെ പറയാൻ പോകുമ്പോ ആയിഷ ബീവിയോട് പറയുകയാണ്, ബിലാലിനോട് ബാങ്ക് വിളിക്കാൻ പറ. നിസ്കരിച്ചോ? പിന്നെയും ചോദിക്കും, നിസ്കരിച്ചോ? സഹാബത്ത് നിസ്കരിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പറഞ്ഞു, ബിലാലിനോട് ബാങ്ക് കൊടുക്കാൻ പറ. അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാനും പറ. അതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ വഫാത്ത് പ്രസക്തമായി തീരുന്നത്. അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. സിദ്ദീഖ് ഇമാമത്ത് നിൽക്കട്ടെ. ഇനി വല്ല സംശയം ആർക്കെങ്കിലും വേണോ റസൂലിന്റെ ശേഷം ഖലീഫ ആവേണ്ടത് ആരാന്ന്? എന്ത് പറ്റിപ്പോയി നമ്മുടെ ഷിയാക്കളായ സുഹൃത്തുക്കൾ? അപകടകരമായ ധാരണകളിൽപ്പെട്ടതാണ്. എന്നിട്ട് ഷിയാക്കൾ കാഫിറാന്ന് ഞാൻ പറയില്ലേ, അത് വേറെ വിഷയം. അതൊക്കെ ഓരോ വിശ്വാസങ്ങൾ, ചില തെറ്റുകൾ, അബദ്ധങ്ങൾ, അതൊക്കെ ഈ സമുദായത്തിന്റെ ഭാഗമേ ഞാൻ പറയും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പിന്നെയും പറയുകയാണ്, ആയിഷ നീ പോയിട്ട് പറ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ഞാൻ മാത്രല്ല, ഷിയാക്കളെ കാഫിർ എന്ന് ഇസ്ലാമിലെ ഉലമാക്കളൊന്നും വിളിച്ചിട്ടില്ല. മുജദ്ദിദ് അൽ-ഫസാനി വരെ പറഞ്ഞത് അവർക്ക് പിഴവ് പറ്റി പോയിരിക്കണം, അവരെ കാഫിർ എന്ന് വിളിക്കരുതെന്നാണ്. അതുകൊണ്ട് ഇറാനോട് ആ കാര്യത്തിൽ നമുക്ക് പണക്കില്ല. ഖുമൈനിയോട് ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, വേറെ പല കാര്യത്തിൽ യോജിപ്പുണ്ടാവാം.
അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാമത്ത് നിൽക്കാൻ പറ. ആയിഷ ബീവിയോട് പറഞ്ഞു, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ഹസ്രത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവി പെട്ടെന്ന് പറഞ്ഞു, എന്റെ വാപ്പയുടെ മനസ്സ് വളരെ ലോലമാണ്, അല്ലാഹുവിന്റെ റസൂലേ മൃദുലമായ മനസ്സാണ്, നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാനുള്ള കഴിവൊന്നും അദ്ദേഹത്തിനില്ല, അദ്ദേഹം പെട്ടെന്ന് പതറിപ്പോണ എളിമയാർന്ന മനസ്സാണ്, ലോലമായ മനസ്സാണ്. വീണ്ടും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ആയിഷ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ, നിസ്കാരം തുടങ്ങാൻ പറ, എന്നെ കാത്തു നിൽക്കണ്ട എന്ന് പറ. വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് അപ്പോഴും പറഞ്ഞു, ആയിഷ ബീവി എന്റെ ബാപ്പ വളരെ ലോലമായ മനസ്സാണ്, വളരെ വളരെ മൃദുലമായ ഹൃദയമാണ്, പെട്ടെന്ന് വികാര തരളിതനാകുന്ന പ്രകൃതമാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ആയിഷ? രണ്ടാമത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂസുഫിന്റെ പെണ്ണുങ്ങളെ മാതിരി പെരുമാറരുത് എന്ന് പറഞ്ഞു. യൂസുഫിന്റെ പെണ്ണുങ്ങളെ മാതിരി പെരുമാറരുത്. യൂസുഫിന്റെ പെണ്ണുങ്ങൾ ലോകത്ത് പ്രസിദ്ധിയുള്ളവരാണ്. ഒന്നൊരു സുലൈഖ, യൂസുഫ് നബിയെ വാതിലടച്ചിട്ട് അകത്ത് നിർത്തിയിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച സുലൈഖ. പിന്നെ യൂസുഫിന്റെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ഈ ഹദീസിന് രണ്ട് വ്യാഖ്യാനങ്ങളാവാം. ഒന്ന്, അത് സുലൈഖയെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമുമായിട്ട് സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്ന യൂസുഫുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിച്ച സുലൈഖ. അതുമല്ലെങ്കിൽ വേറൊരു വിഭാഗത്തെ കുറിച്ച്, പെണ്ണുങ്ങൾ എന്നപ്പ പറഞ്ഞതിനെ കുറിച്ചോ, അത് പണ്ഡിതന്മാരെ പറയുന്നു സുലൈഖ എന്ന ഒരു പെണ്ണിനെ കുറിച്ചും ബഹുമാനത്തോടെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞതായിരിക്കാം. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സവാഹിബ് ഔ സവാഹിബാത്ത് യൂസുഫ്. അപ്പോൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞത് സുലൈഖ ബീവി എന്ന, സുലൈഖ എന്ന ഒരാളെ, ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഒരു പെണ്ണ് എന്ന് പറയണ്ടല്ലോ, ബഹുമാനിച്ച് പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ സുലൈഖയുടെ തന്ത്രത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പെട്ടില്ലല്ലോ, യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഇന്ന് രക്ഷപ്പെട്ടു. അപ്പോ നാട്ടിലാകെ ഇങ്ങനെ പറഞ്ഞല്ലോ, യൂസുഫ് നബിയെ സുലൈഖ വീഴ്ത്താൻ ശ്രമിച്ചു എന്നുള്ളത് നാട്ടിലാകെ പാട്ടായപ്പോ സുലൈഖ ഒരു അടവ് പ്രയോഗിച്ചല്ലോ. എല്ലാവർക്കും അറിവുള്ളതാണ്. പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഒരു പഴവും കത്തിയും കയ്യിൽ കൊടുത്തിട്ട് ഒരു ഹാളിൽ അങ്ങോട്ട് വരിവരിയായി ഇരുത്തിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി യൂസുഫിനെ ഇറക്കി വിട്ടു. യൂസുഫിനോട് പറഞ്ഞു, യൂസുഫ് ചെല്ല്, അവർക്കിടയിലൂടെ പുറത്തേക്ക് നടന്നു പോ. യൂസുഫ് അലൈഹി ഇസ്ലാം നടന്നു പോയപ്പോ പെണ്ണുങ്ങള് പേനാക്കത്തി കൊണ്ട് കയ്യിന്റെ വിരൽ മുറിച്ചു എന്നാണ് എന്നാ ഖുർആൻ പറഞ്ഞു. പഴം മുറിക്കേണ്ട കത്തി കൊണ്ട്, കാരണം ഈ സൗന്ദര്യത്തിൽ മതി മറന്നിട്ട്. ഇതൊരു ബഹുമാനപ്പെട്ട മലക്കോ എന്ന് പെണ്ണുങ്ങളെ വിളിച്ചു ചോദിച്ചു. അപ്പൊ സുലൈഖ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ, ഞാൻ വീണ പോയതിന്റെ കാരണം മനസ്സിലായില്ലേ, ഇത് അത്ര വലിയ സൗന്ദര്യത്തിന്റെ നിറകുടമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. അപ്പൊ നീ യൂസുഫിന്റെ പെണ്ണുങ്ങളെ പോലെ ആവരുത് എന്ന് ആയിഷ ബീവിയോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറെ പുറത്തൊന്ന് പറയാം. അതാണ് യൂസുഫിന്റെ പെണ്ണുങ്ങളെ സ്വഭാവം എന്ന് അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം. മിക്ക പെണ്ണുങ്ങളും സ്വഭാവം അതാണ്, ഉള്ളിലൊന്ന് വെച്ചിട്ട് വേറെ പുറത്തൊന്ന് പറയാം. അപ്പോ ആയിഷ ബീവിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്, ബാപ്പ മൃദുലമായ മനസ്സാണ്, ഇമാമത്ത് നിന്നാ വിഷമാന്ന് പറയുമ്പോൾ ആയിഷ ബീവിയുടെ മനസ്സിലുള്ളത് അതല്ല എന്നാണ് വേറൊരു ഉദ്ദേശം. അതെന്താ? ആയിഷ ബീവിയുടെ മനസ്സിലുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സോക്കടായി കിടന്നപ്പോഴേക്ക് സിദ്ദീഖുൽ അക്ബർ ആ റസൂല് എന്ന സ്ഥാനത്ത് ഇമാമത്തിൽ കയറി ഇരുന്നിരിക്കണ്, ഇയാളെന്തോ ഒരു മോശപ്പെട്ട മനുഷ്യൻ എന്ന് നാട്ടുകാര് ആൾക്കാർ പറഞ്ഞിട്ട് ബാപ്പാക്ക് അതൊരു മോശമായി തീരല്ലോ എന്നാണ് ഉള്ളിലുള്ളത്. പക്ഷെ മനസ്സിലോലമാണ്, ഇമാമത്തിന് പറ്റൂല എന്ന് പുറത്ത് പറഞ്ഞതാണ്. ഉള്ളിലൊന്നും പുറത്ത് വേറെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഭർത്താവ് മോശമല്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലല്ലേ. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തൊന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഭർത്താവാണ് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരാളെ ഇമാമത്ത് നിർത്തിയാൽ അല്ലാഹും മുസ്ലിങ്ങളും അത് സ്വീകരിക്കുകയില്ല. ഒരാളെ നിർത്തണ നിങ്ങൾ നിർത്തിക്കോ, അള്ളയും സ്വീകരിക്കൂല, മുസ്ലിം സമുദായം സ്വീകരിക്കൂല. ആയിഷ തർക്കുത്തരം നടത്തണ്ട. വാപ്പ മൃദുല മനസ്സാന്ന് പറഞ്ഞിട്ട് ന്യായം പറയാൻ നോക്കണ്ട. അള്ളയും സ്വീകരിക്കൂല, വേറൊരാളുടെ ഇമാമത്ത് ഈ സമുദായവും സ്വീകരിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്ഥാപിച്ചു. മസ്ജിദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ വേച്ച് നടന്നു വന്നു നിസ്കാരത്തിൽ പങ്കെടുക്കാൻ. ഒരു സഹാബികളോട് പറഞ്ഞു, എന്റെ കൈ പിടിക്കുമോ? ബറീറ റളിയല്ലാഹു അൻഹു ഒരു കൈ പിടിച്ചു, മറ്റൊരു സഹാബി മറ്റേ കൈയും പിടിച്ചു.
രണ്ടാളുടെയും കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത് കണ്ടപ്പോൾ ഇമാമത്ത് നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ധാരണയുണ്ടായ ശേഷം ഇമാമത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. റസൂല് വന്നില്ലേ, ഇനി എങ്ങനെ ഞാൻ ഇമാമത്ത് നിൽക്കുക? അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ഇശാറത്താക്കിയിട്ട് ആംഗ്യം കാട്ടി, സിദ്ദീഖേ തുടരുക. എല്ലാം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ സിദ്ദീഖേ മാറി നിൽക്കാൻ നോക്കിയത്? ഞാൻ ബാക്കിൽ വന്ന് നിന്നപ്പോൾ എന്തിനാ ഇമാമത്തിന്റെ സ്ഥാനത്ത് മാറിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങ് ഉള്ള നിസ്കാരത്തിൽ അങ്ങ് പിന്നിൽ നിന്നിട്ട് അങ്ങേക്ക് ഇമാമത്തിന് എനിക്കെന്ത് യോഗ്യത യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കറെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം കുറച്ച് സമയം പോയപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദിലേക്ക് നോക്കുകയാണ്. എല്ലാ വാതിലുകളും അടച്ചേക്ക്, ആയിഷ എല്ലാ വിരികളും പൂട്ടിയേക്ക്, എല്ലാ വിരികളും താഴ്ത്തിയേക്ക്, മസ്ജിദിൽ അബൂബക്കറിന്റെ ഒരു വിരി മാത്രം തൂങ്ങിക്കിടക്കട്ടെ ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. തന്റെ പിതാവല്ല ഇത് ലോകത്തിന്റെ മുഴുവൻ നായകനാണ്, ഇത് ഇരു ലോകങ്ങളുടെയും നായകനാണ്, ഇത് സിറാജുൽ ആശിഖീനാണ്, ഇത് മുറാദുൽ മുസ്താഖീനാണ്, ഇത് സ്വപ്നങ്ങളുടെ സ്വപ്നമാണ്, ഇത് സത്യത്തിന്റെ സത്യമാണ്, ഇത് മക്കയുടെ മാരുതനാണ്, ഇത് മദീനയുടെ നിലാവാണ്, ഇത് ലോകമാകുന്ന ഗ്രന്ഥത്തിന്റെ ആമുഖമാണ്, ഇത് പ്രപഞ്ചത്തിന്റെ പാട്ടാണ്, ഇത് ലോകത്തിന്റെ കനിയാണ്, കിട്ടാക്കനി, ഇത് ഏറ്റവും വലിയ നിധിയാണ്, നിധി ലോകത്തിൽ നിന്ന് മറയാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകാൻ പോകുന്ന സമയത്ത് ആ മരണത്തിന്റെ വേദന റസൂൽ ഇത്തിരി അനുഭവിച്ചപ്പോൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മരണത്തിന്റെ വേദനയുണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട പിതാവേ, മരണത്തിന്റെ വേദനയുണ്ടല്ലേ? റസൂലിന് പോലും അള്ളാഹു ചെറിയ തോതിൽ ഏത് തോതാന്ന് പറയാൻ നിങ്ങൾക്ക് എനിക്കൊന്നും അവകാശമില്ല, അത് ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും സംഭവത്തിലും ഹദീസിലും മരണത്തിന്റെ ഒരു വേദന ഉണ്ടായി എന്നുള്ള വ്യക്തമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞുവത്രേ, മോളെ ഫാത്തിമ, ഇതെന്റെ നിന്റെ പിതാവിന്റെ ഒടുക്കത്തെ വേദനയാണ്. ഇനി എനിക്ക് വേദനയില്ല, ഇനി എനിക്ക് വേദനകളില്ല. ഞാൻ വേദനയില്ലാത്ത ലോകത്തേക്ക് റബ്ബിന്റെ ഉത്കൃഷ്ടമായ അനുഗ്രഹങ്ങളുടെ കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ വിളിച്ചു, മോളെ ഫാത്തിമ ഇങ്ങ് അടുത്തു വാ, മോളെ ഫാത്തിമ അടുത്തു വാ. ജീവനോടെ കുടിച്ചു മൂടുന്ന പെൺകുട്ടികളെ കുടിച്ചു മൂടുന്ന അവസ്ഥയിൽ നിന്ന് പെണ്ണിന്റെ പേരെടുക്കാൻ പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ ശ്രദ്ധിച്ച അല്ലാഹുവിന്റെ റസൂൽ താൻ ഭരിക്കുന്ന രാജ്യത്തിലെ ഒരു പാവപ്പെട്ട പെണ്ണിനെ പ്രസവ വേദന എന്നറിഞ്ഞപ്പോൾ ആ പ്രസവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയത്രേ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ സ്വന്തം ചോരയിൽ പിറന്ന 3 പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. ദീനുൽ ഇസ്ലാം വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത്ര വലിയ പരിവർത്തനത്തിലൂടെ പെണ്ണിനെ മോചിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വത്തവകാശം കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാർലമെന്റിൽ ഒരു ദിവസം ഇരിക്കുമ്പോൾ പാർലമെന്റിൽ വനിതാ മെമ്പർ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നുണ്ട്, നിങ്ങളൊക്കെ സഹായിക്കണം. എന്താണ്? സ്ത്രീക്ക് സ്വത്തവകാശം കൊടുക്കുന്ന ബില്ലാണ്. ചർച്ചയ്ക്ക് വന്നാൽ വോട്ടിനിടുമ്പോൾ ഒരു വോട്ടിട്ട് തരണേ. ഞാൻ പറഞ്ഞു, നല്ല കാര്യമാണ്, നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം പറയണം. ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് കോടതി കയറേണ്ട കാര്യമില്ല ബാപ്പാന്റെ സ്വത്തവകാശത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞു വീണ റാണിയോട്, അതിന്റെ ആവശ്യമില്ല. എന്താണ് കാരണം? 14 മുമ്പ് വിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ പിതാവിന്റെ സ്വത്തവകാശത്തിൽ പെണ്ണിനെ ഓഹരി നൽകി. ബാപ്പ മരിച്ചാൽ പെണ്ണിന് സ്വത്തുണ്ടാവണമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് എഴുതിച്ചതുകൊണ്ടാ ഇപ്പൊ ഒരു കേസ് ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീം കോടതി കിടക്കുകയാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ സ്വത്തവകാശം. പത്രം വായിക്കുന്ന സുഹൃത്തുക്കൾക്കറിയാം, മുസ്ലിം പെൺകുട്ടിയുടെ സ്വത്തവകാശം എന്താ കോർട്ടിൽ വരാത്തത്? വരൂല, അഷ്റഫുൽ ഖൽഖ് കാരണമായിട്ട് വരൂല. ആ സഹോദരി വലിയ ദയ കാണിച്ചു, അവരെ ബില്ലിൽ അത് ഉൾപ്പെടുത്തി. അതിന്റെ കരട് രൂപം പിന്നെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ 2 പാരഗ്രാഫ് ഇസ്ലാമിനെ കുറിച്ചാണ്. ഞാൻ അല്ലാഹുവെ സ്തുതിക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വത്തവകാശമുണ്ട്, അത് നേരത്തെ ഉള്ളതാണ്, അത് ശരീഅത്തിന്റെ ഭാഗമാണ്, അത് മുസ്ലിം പേഴ്സണൽ ലോയുടെ ഭാഗമാണ്. അങ്ങനെ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നാണ് ഞാൻ വാദിക്കുന്നത് എന്നാക്കി മാറ്റി. പിന്നെ ആ വനിതാ അംഗം ഞാൻ ആലോചിച്ചു പോവാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മഹത്വം എന്തുകൊണ്ട് ആളുകൾക്ക് ഈ വക കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല? ഇത് വെറും നബിയായിട്ട് വന്നതാ? ഇത് വെറും നിസ്കാരം നോമ്പും പഠിപ്പിക്കാൻ വന്ന ആളാ?
സ്വത്തവകാശവും ചർച്ച ചെയ്തു, അതും കൊടുത്തു. വാപ്പ മരിച്ചാൽ ഇന്ന് എവിടെയെങ്കിലും ഓഹരി വെക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും. എവിടെയെങ്കിലും മുസ്ലിം പെൺകുട്ടി എന്നിവരെ കോർട്ടിൽ പോയിട്ടുണ്ടോ എൻ്റെ വാപ്പാന്റെ സ്വത്തിൽ അവകാശം തരീന്ന് പറഞ്ഞിട്ട്? കോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. ശരീഅത്ത് പ്രകാരം ഓഹരി വെക്കുമ്പോൾ ആണോഹരി പെണ്ണോഹരി, പെണ്ണിന് പകുതിയാ. അതെന്തുകൊണ്ടാ? ആണിനാണ് കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം ഇസ്ലാം ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് പെണ്ണ് പരിപാലിക്കപ്പെടേണ്ടവളാ, പെണ്ണിനാണ് പരിപാലിക്കണം. പിന്നെന്തിനാ പെണ്ണിന് കൂടുതൽ? ഇസ്ലാമിന്റെ എല്ലാ കാര്യത്തിലും കുടുംബം നോക്കേണ്ട ബാധ്യത പുരുഷനാണ്. പുരുഷൻ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ് പുരുഷന്മാർ. അവരെ നോക്കണം, പരിപാലിക്കണം. ചെറുപ്പത്തിൽ മാതാപിതാവ്, പിന്നെ ആങ്ങളമാര്, പിന്നെ ഭർത്താവ്, പിന്നെ മക്കള്. ആരുമില്ലെങ്കിൽ കുടുംബത്തിലെ ആങ്ങളമാരോ മുതിർന്നവരോ ആണുങ്ങൾ നോക്കണം. പെണ്ണിനാണ് നോക്കിക്കോളാം. എന്നിട്ടും പെണ്ണിന് സ്വത്തവകാശം കൊടുത്തു ഇസ്ലാം. ആ റസൂലാണിത്. ആ റസൂല് ഫാത്തിമ ബീവിയെ വിളിച്ചോണ്ട് പറഞ്ഞു റളിയല്ലാഹു തആല അൻഹു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഇവിടെ വാ. കാതിൽ സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞു. പിന്നെ പറഞ്ഞു, അടുത്ത് വിളിച്ചിട്ട് മോളെ വേറെ സ്വകാര്യം കൂടി പറയാൻ തുടങ്ങി. ഒരു സ്വകാര്യം കൂടി പറഞ്ഞു. അപ്പൊ ഫാത്തിമ ബീവി കരച്ചിലിന്റെ ഇടയിൽ കൂടി കണ്ണീരിന്റെ ഇടയിൽ കൂടി ചിരിച്ചു. ആദ്യം പറഞ്ഞ സ്വകാര്യം എന്താണ്? ഫാത്തിമ, ഈ ലോകത്തിൽ നിന്ന് നിന്റെ പിതാവ് വിട പറയാൻ പോവാൻ. ഞാനിതാ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ പോവാൻ. അത് കേട്ടപാടെ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. രണ്ടാമത്തെ സ്വകാര്യമോ, ഫാത്തിമ മോളെ നീ കരയണ്ട. ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യം ചേരാൻ പോകുന്നത് നീയാണ് മോളെ. ആദ്യം നീ മോളെ ഈ ലോകത്തു നിന്ന് എന്റെ അടുത്തേക്ക് വരും, ആഖിറത്തിലേക്ക്. അതനുസരിച്ച് 6 മാസേ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി ജീവിച്ചിരുന്നുള്ളൂ. ആ 6 മാസം ഒരു നരക ജീവിതമായിരുന്നു അവർക്ക്. വലിയ ദുഃഖം, വിഷമം, പ്രയാസം, എന്നും കണ്ണീരും കരച്ചിലും. 6 മാസം കഴിഞ്ഞ് അവർ യാത്രയായി. എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ അടുത്തേക്ക് ആദ്യം എത്തുന്നത് ഫാത്തിമ നീ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള വീട്ടിലിരുന്നു കൊണ്ട്, ആയിഷ ബീവിയുടെ വീട്ടിലിരുന്നു കൊണ്ട് പള്ളിയിലേക്ക് നോക്കി. ആയിഷ ബീവിയുടെ വീട്, ഈ വീട് പള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ റൗള ഷരീഫാണ് ആയിഷ ബീവിയുടെ വീട്. ഹജ്ജിന് പോയവർക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് കാണാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പോകാത്ത നമുക്കെല്ലാം അവിടെ പോകാനും ഹജ്ജ് ചെയ്യാനും പുണ്യ റസൂലിന്റെ റൗള ഷരീഫ് കണ്ടിട്ട് കണ്ണ് സന്തോഷമടയാനും റൗളയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അല്ലേ? കഅബക്ക് കഅബ ജീവനില്ലാത്തൊരു കെട്ടിടമാണ്. ഞാൻ ഹജ്ജിന് പോവാണെങ്കിൽ എന്നെ കഅബയേക്കാൾ റൗളയാണ് എന്നെ ചലിപ്പിക്കുക. എൻ്റെ ഹൃദയത്തെ അത് കോൾമയർ കൊള്ളിപ്പിക്കും. കഅബ അവിടെ അല്ലാഹു കുറെ ഫർളും ചടങ്ങൊക്കെ വെച്ചിട്ടുണ്ട്, ശരി തന്നെ. അള്ളാഹിന്റെ റസൂല് മാതൃക കാണിച്ചിട്ടുണ്ട്, ശരി തന്നെ. പക്ഷെ അത് ജീവനില്ലാത്ത കെട്ടിടമാണ്. പക്ഷേ റൗളയുടെ അടുത്ത് പോയാൽ അവിടെ ജീവനുള്ള നബി കിടന്നുറങ്ങുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാ മുർസലീങ്ങളുടെ ശരീരങ്ങളെ തിന്നുന്നത് അല്ലാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു അംബിയാ മുർസലീങ്ങളുടെ ശരീരത്തെ തിന്നൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹയാത്താണെന്ന് അർത്ഥം. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, എന്റെ അഖീദ എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് എന്റെ അഖീദ. യൂറോപ്പിലും ജർമ്മനിയിലും പോയിട്ട് പഠിച്ചു വന്ന ആൾ എന്നെ പറയണം, എന്നാലേ ചില ചെറുപ്പക്കാർ കണ്ണു തുറക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യമാക്കപ്പെട്ട റൗള ശരീഫിലെ ഖബറെ മുതഹറ, വിശുദ്ധമായ ഖബറിൽ ജീവനോടെ ഇരിപ്പുണ്ടെന്നാണ് മെരാ അഖീദയേ, എന്റെ വിശ്വാസം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാമ ഇഖ്ബാൽ പറയുകയാണ്. റസൂൽ ഖബറിൽ, ഇഖ്ബാലിന്റെ മാത്രം വിശ്വാസമല്ല, ഈ ലോകത്തിലെ മഹത്തുക്കളായ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ നിന്നും വ്യക്തമാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റൗള ശരീഫിന്റെ അടുത്ത് പോകാൻ പഠിച്ചോ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചോനെ, ഞങ്ങളെ നിന്റെ റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ എത്തിക്കണേ റബ്ബേ. ഇനി അവിടെ ശരീരം കൊണ്ട് പോകാൻ കഴിയാത്തൊരു മനസ്സുകൊണ്ട് പോവാ. മനസ്സുകൊണ്ടൊരു ഹജ്ജും മനസ്സുകൊണ്ടൊരു റൗളയുണ്ട്. മനസ്സുകൊണ്ട് റൗളുണ്ട്. അല്ലാമ ഇഖ്ബാൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എഴുതിയൊരു പുസ്തകത്തിന്റെ പേര് അർമുഗാനെ ഹിജാസ് എന്നാണ്. അതിൽ അദ്ദേഹം ഹജ്ജിന് പോണതാ വിഷയം. അദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ല, പോകാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പുസ്തകം വായിച്ചാൽ ഹജ്ജിന് പോകാത്ത ഒരാളാന്ന് തോന്നൂല. അദ്ദേഹം പോവാണ്, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരിക്കുന്നത്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഅബ ഷരീഫിന്റെ അടുത്തൊരു ഒട്ടകം പോകുമ്പോൾ അദ്ദേഹം പറയാണ്, കഅബ നീ അവിടെ നിൽക്ക്, കഅബ നീ അവിടെ നിൽക്ക്. മക്കത്ത് അടുത്തെത്തുമ്പോൾ അദ്ദേഹം പറയാം, ഞാൻ മദീനത്ത് പോയി വരട്ടെ, കഅബ ഞാൻ മദീനത്ത് പോയി റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി വരട്ടെ. അതുവരെ കഅബ ഷരീഫേ നീ അവിടെ നിൽക്ക്, ഞാൻ നിന്റെ അടുത്തേക്കില്ല.
അല്ലാമ ഇഖ്ബാൽ പറയാണ് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിരുന്ന ആള് അദ്ദേഹം പറയാണത് പുസ്തകത്തിൽ എഴുതി അദ്ദേഹം പോയതല്ല, മനസ്സുകൊണ്ട് നടത്തിയ ഹജ്ജാണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചിരുന്ന ആൾ അതിന്റെ വേഗത കൂട്ടിയപ്പോ ഇഖ്ബാൽ പറയാണ് നിർത്ത്, അത്ര വേഗം വേണ്ട, മെല്ലെ പോയാ മതി. അപ്പൊ ഒട്ടകക്കാരൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മദീനത്തെത്താനുള്ള ആർത്തില്ലേ? അല്ലാമ ഇഖ്ബാൽ പറയാണ് ആർത്തിണ്ട്, പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാജനത്തിന്റെ സ്നേഹഭാജനത്തിന്റെ അടുത്തെത്തുന്നതിന് മുമ്പുള്ള വേദന ഞാൻ മുഴുവൻ അറിയട്ടെ. മദീനയിൽ എത്തുന്നതിന് മുമ്പുള്ള വേദന, വേദനയുടെ രസം, ആ സ്നേഹം പെട്ടെന്ന് മദീനത്തെത്തിയാൽ അത് മുഴുവൻ അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കപ്പലിന് ഹജ്ജിന് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് എപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പ്രധാനമന്ത്രിന്റെയും നാട്ടിലെ ഭരണാധികാരികളെയും അടുത്ത് പോയിട്ട് നിവേദനമൊക്കെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? കപ്പലിന് ഹജ്ജിന് പോകാൻ സൗകര്യം ഉണ്ടാക്കണമെന്ന് പലരും പറയുന്നു. വിമാനത്തിന് ഹജ്ജിന് പോകുന്നതിനേക്കാൾ ഹജ്ജിന്റെ ആത്മീയ സുഖം കപ്പലിന് പോകുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. അതാണ് കാരണം. മറ്റത് കയറി അവിടെ എത്തി. ഇതല്ലാതെ കടലിലൂടെ ദിവസങ്ങളിരുന്ന് ഒരുങ്ങി 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 ദിനരാത്രങ്ങളിലൂടെ ഹജ്ജിന്റെ ആ അന്തരീക്ഷം, ഹജ്ജിന്റെ വികാരം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പലരും പറയുന്നു ഹജ്ജിന് പൈസ കുറവ്, വിമാനത്തിന് കൂടുതൽ എന്നുള്ളതല്ല പ്രശ്നം, ആ പോകുമ്പോഴുള്ള രസം. പക്ഷെ എന്ത് പറഞ്ഞാലും ഇന്ത്യ ഗവൺമെന്റ് നിർത്താൻ പോവാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റ് കുറ്റല്ല, സൗദി ഗവൺമെന്റിന് താല്പര്യമില്ല. കപ്പലിൽ ആരും ഇങ്ങോട്ട് വരണ്ട, വിമാനത്തിന് വന്നാൽ മതി എന്നാണ് അത്രേ സൗദി ഗവൺമെന്റിന്റെ നയം. ആ നയം ശരിയോ തെറ്റോ എന്നുള്ളത് അവിടെ ഉള്ളവർ ചിന്തിക്കട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട. ഏതായിരുന്നാലും ഇഖ്ബാലിന്റെ ഈ കവിത അത് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മെല്ലെ പോയാ മതി, മെല്ലെ പോയാ മതി, മെല്ലെ അങ്ങോട്ട് എത്തിയാ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരി ഉയർത്തിക്കൊണ്ട് മദീനത്ത് മസ്ജിദിലിരിക്കുന്ന സഹാബത്തിനെ നോക്കി ഒടുക്കത്തെ നോട്ടം, അവരോട് വിട പറയാൻ പോവുകയാണ്. സഹാബത്ത് ഉറ്റുനോക്കി, നായകനെ, ആത്മനായകനെ, ഞങ്ങൾക്ക് വെളിച്ചം തന്ന നായകനെ, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലേ. അവർ ഒടുക്കത്തെ നോട്ടം നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റഫീഖുൽ അലാ, അല്ലാഹുമ്മ റഫീഖുൽ അലാ, അല്ലാഹുമ്മ റഫീഖുൽ അലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയി, അല്ലാഹുവിങ്കലേക്ക് യാത്ര പോയി. 2-3 പ്രശ്നങ്ങൾ ഇപ്പൊ ബാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. സാധാരണ മനുഷ്യന്മാര് മരിച്ചതൊക്കെ സഹാബികൾ കണ്ടിട്ടുണ്ട്, സഹാബികളെ മരണം കണ്ടിട്ടുണ്ട്. ഒരു നബിയുടെ വഫാത്ത് ആദ്യം കാണുക, കുളിപ്പിക്കണോ, ജനാസ സംസ്കരിക്കണോ, എങ്ങനെ കുളിപ്പിക്കേണ്ടത്, ആരാ കുളിപ്പിക്കേണ്ടത്, നിസ്കാരം എങ്ങനെ, നിസ്കാരം ഉണ്ടെങ്കിൽ ആരാ ഇമാമത്ത് നിൽക്കുക, 100 കൂട്ടം പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട ശരീരത്തിനൊരു നിസ്കാരമുണ്ടെങ്കിൽ ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടത്, 100 കൂട്ടം പ്രശ്നങ്ങള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിലെ ഉത്കൃഷ്ടനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് പരിഹരിക്കുകയാണ്. ആദ്യം വഫാത്തായ വിവരം തന്നെ സാലിം റളിയല്ലാഹു അൻഹു സിദ്ദീഖിന്റെ വീട്ടിൽ പോയി. സോക്കട് ഇങ്ങനെ റസൂലുള്ളാഹിക്ക് രോഗമായി തിരി ഒരു ആശ്വാസത്തിൽ എന്ന സമയത്താണ് സിദ്ദീഖ് വീട്ടിൽ പോയത്, ആയിഷ ബിയുടെ വീട്ടിൽ നിന്ന് പോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാലിമിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ബേജാറ് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായോ എന്ന് ചോദിച്ചു. സാലിം പറഞ്ഞു വഫാത്തായി. ഈ വഫാത്തായത് ഇങ്ങനെ ഉണ്ടായതന്നെ സാലിം ചോദിക്കുകയാണ്. സഹാബത്തിന്റെ ഷോക്ക്, ഈ നബി ലോകത്ത് നിന്ന് അറിയുന്നവർ വിചാരിച്ചിട്ടില്ല, പലരും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, വിചാരിച്ചാലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ സിദ്ദീഖുൽ അക്ബർ ഓതി കേൾപ്പിച്ചു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ, നീ മയ്യിത്താണ്, അവരും മയ്യിത്താണ്. അതുകൊണ്ട് അതങ്ങ് വിശ്വസിച്ചേക്ക്. എന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുറപ്പാട്, റസൂലുള്ളാഹിന്റെ വീട്ടിക്ക് ആ കെട്ടിപ്പിടുത്തം. അപ്പോഴാണ് പറഞ്ഞത്, അങ്ങ് ജീവിച്ചപ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധം. അപ്പോഴാണ് പുറത്ത് ഉമറുൽ ഫാറൂഖിന്റെ പ്രസംഗം, റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞവനെ ഈ വാളുകൊണ്ട് ഞാൻ വെട്ടും. അപ്പോഴാണ് സിദ്ദീഖ് പുറത്തു വന്നിട്ട് ഉമറിനെ ആശ്വസിപ്പിച്ചുകൊണ്ടൊരു പ്രസംഗം ചെയ്തു. ഉമറിനോട് മാത്രമല്ല എല്ലാവരോടും, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അവർ അറിയട്ടെ, മുഹമ്മദ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അവരറിയട്ടെ, അല്ലാഹു മരണമില്ലാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാണ്. സിദ്ദീഖ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് പലരും കണ്ണു തുറന്നത്. മുഹമ്മദിനെ ഞങ്ങൾ ആരാധിച്ചത് എന്നാ മനസ്സിലാക്കിക്കോളി, ആള് പോയിരിക്കണേ. പക്ഷേ മുഹമ്മദിനെ ആരാധിക്കാനല്ലോ മുഹമ്മദ് പോലും പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമ, സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അല്ലാഹുവിനെ ആരാധിക്കാനാണ് എങ്കിൽ നിങ്ങൾ അറിയണം, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ ആയത്ത് കേൾക്കുന്നവരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാൾ ഇങ്ങനെ തന്നെയായിരുന്നു. ആയത്ത് കേട്ടപ്പോൾ വാള് വീണതറിഞ്ഞില്ല. ശരിയാ, ആ ആയത്ത് ഏതായത്ത്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാണ്,
വേറെയും ദൂതന്മാർ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു ആ ഖുർആനിലൂടെ അവതരിപ്പിച്ച ആയത്ത് അത് സിദ്ദീഖുൽ അക്ബർ അങ്ങോട്ട് ഓതിക്കൊടുത്തു. പ്രതിസന്ധിയിൽ നേതൃത്വം കൊടുക്കാൻ അല്ലാഹു നിയോഗിച്ച ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവർക്കിടയിലെ മുമ്പന്മാരെന്ന നിലയിലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അവരെ മാനിക്കുന്നത്, അവരോട് നമ്മളെ സ്നേഹം പുലർത്തുന്നത് സഹാബത്തിലെ അദ്വിതീയന്മാരെന്ന നിലയിലാണ്, ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന നിലയിലാണ്. സഹാബത്തിന്റെ സ്വഭാവം വരച്ചു കാണിക്കുന്ന ഒരു കവിത കൊണ്ട് ഇന്ന് സഹാബികളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ആരംഭിക്കാം. ഒരു 10-11 വരി കവിത. ആ കവിതയിൽ സഹാബികളുടെ സ്വഭാവം ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കുന്നതിനേക്കാൾ വളരെ ചുരുക്കി വിരിച്ചിരിക്കുന്നു. കവി ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഹസ്രത്ത് അല്ലാമ ഇഖ്ബാൽ. ഖാക്കി വനൂരി നിഹാദ് വബന്ദയെ മൗലാ സിഫാത്ത്, ഖാക്കി വനൂരി നിഹാദ് വബന്ദയെ മൗലാ സിഫാത്ത്, महर दो हर दो जहान से गनी उसका दिल बेनयाज, हर दो जहान से गनी उसका दिल बेनयाज, उसकी उम्मीदें खलील उसकी मकासिद जलील, उसकी उम्मीदें खलील उसके मकासिद जलील, उसकी अदा दिल फरीब उसकी निगह दिल नवाज, उसकी अदा दिल फरीब उसकी निगह दिल नवाज, शर नरम दमे गुफ्तगू गरम दमे जुस्तजू, नरम दमे गुफ्तगू गरम दमे जुस्तजू, रज़्म हो या बज़्म हो, रज़्म हो या बज़्म हो, पाक दिल व पाक बाज, पाक दिल व पाक बाज, उसके ज़माने अजीब उसके फसाने गरीब, उसके ज़माने अजीब उसके फसाने गरीब, अहदे कुहन को दिया उसने पयामे रहील, अहदे कुहन को दिया उसके उसने पयामे रहील, साथिये अरबाब ज़ौक़ फारिसे मैदान शौक़, बादे उसका रहील तैग है उसकी असील, बाद है उसका रहील तेग है उसकी असील, खाकी व नूरी निहाद बंदये मौला सिफात. റസൂലുള്ളാഹിന്റെ സഹാബികളുടെ ഉത്കൃഷ്ട ഗുണങ്ങൾ ഏതൊക്കെയെന്നറിയണമോ? ഹർ ദോ ജഹാൻ സേ ഗനി ഉസ്കാ ദിൽ ബേനയാസ്. സഹാബിയുടെ ഹൃദയം നിരാശ്രയമാണ്. ദുനിയാവിന്റെ ആഗ്രഹങ്ങളില്ല, മറ്റൊരു പ്രതീക്ഷകളുമില്ല, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മുക്തമാണ് സഹാബിയുടെ ഹൃദയം. ഉസ്കി ഉമീദേൻ ഖലീൽ, സഹാബിയുടെ പ്രതീക്ഷകൾ വളരെ ചുരുക്കമാണ്, ആഗ്രഹങ്ങൾ വളരെ ചുരുക്കമാണ്. ഉസ്കെ മഖാസിദ് ജലീൽ, ഉദ്ദേശങ്ങൾ വളരെ ഉന്നതമാണ്. ആഗ്രഹങ്ങൾ കുറവാണ്, ഉദ്ദേശങ്ങൾ ഉന്നതമാണ്. ഉസ്കി അദാദിൽ ഫരീബ് ഉസ്കി നിഗഹ് ദിൽ നവാസ്, ഉസ്കി അദാദിൽ ഫരീബ്, സഹാബിയുടെ പെരുമാറ്റം ഹൃദയാവർജകമാണ്. ഉസ്കി നിഗഹ് ദിൽ നവാസ്, സഹാബിയുടെ കണ്ണാകട്ടെ ഹൃദയത്തിലേക്ക് തുളച്ചു പോകുന്നതാണ്. നരം ദമേ ഗുഫ്തുഗു, മധുരമുള്ള സംസാരം. ഗരം ദമേ ജുസ്തുജു, ചൂടുള്ള അന്വേഷണം. റസ്മുഹോ യാ ബസ്മുഹോ, ഒറ്റക്കായാലും സദസ്സിലായാലും. പാക്ക് ദിൽ വ പാക്ക് ബാസ്, ഹൃദയം ശുദ്ധമാണ്, പെരുമാറ്റങ്ങൾ ശുദ്ധമാണ്. ഉസ്കേ സമാനെ അജീബ് ഉസ്കേ ഫസാനെ ഗരീബ്, അഹ്ദേ കുഹൻ കോ ദിയാ ഉസ്നെ പയാമേ റഹീൽ, ഉസ്കേ സമാനെ അജീബ്, സഹാബിയുടെ കാലഘട്ടം അത്ഭുതമാണ്. ഉസ്കേ ഫസാനെ ഗരീബ്, സഹാബിയുടെ കഥകൾ വിചിത്രമാണ്. അഹ്ദേ കുഹൻ കോ ദിയാ ഉസ്നെ പയാമേ റഹീൽ, പോയ കാലത്തിന് സഹാബി നൽകിയതാകട്ടെ, മുഅ്മിനായ മനുഷ്യൻ നൽകിയതാകട്ടെ വേർപാടിന്റെ സന്ദേശമാണ്. പയാമേ റഹീൽ, വെടയുടെ സന്ദേശമാണ്. പോയ കാലമേ വെട, പൗരാണികതയെ വെട, ആധുനികതയ്ക്ക് ആഗമനം നൽകിക്കൊണ്ട് പഴയ കാലത്തിന് വെട ചൊല്ലിയോനാണ് സഹാബി. സാഖിയെ അർബാബെ സൗഖ് ഫാരിസെ മൈദാന ശൗഖ്, ഫാരിസാരി സാഖിയെ അർബാബെ സൗഖ് ഫാരിസെ മൈദാന ശൗഖ്, ബാദ് ഹേ ഉസ്കാ റഹീൽ തേഗ് ഹേ ഉസ്കി അസീൽ. അഭിരുചിയുടെ ആളുകൾക്ക് സാഖിയാണ്, മധു പകർന്നു കൊടുക്കുന്ന സാഖിയാണ് സത്യവിശ്വാസി. ഫാരിസെ മൈദാന ശൗഖ്, ആഗ്രഹത്തിന്റെ മേഖലയിലെ കുതിരയാണവൻ.
അഭിലാഷത്തിന്റെ മൈതാനിയിലെ കുതിരയാണ് സഹാബി. അവന്റെ അടിസ്ഥാനം ബലിഷ്ഠമാണ്, അവന്റെ അടിസ്ഥാനം ബലിഷ്ഠമാണ്, അത് പോരാട്ടമാണ്. അതാണ് സഹാബി. നറം ദമേ ഗുഫ്തഗു ഗരം ദമേ ജുസ്തുജു റസ്മുഹു യാ ബസ്മുഹു പാക ദിൽ വ പാക ബാസ്. ഉറുദുവിലെ മനോഹരമായ പദങ്ങളെ കൊണ്ട് ഇക്ബാൽ കോർത്ത മുത്തുമാലയാണിത്. സഹാബത്തിന്റെ സ്വഭാവത്തിൽ മുഴുവൻ വിവരിച്ചിരിക്കുന്നതിന് ഒരുപാട് പറയേണ്ട കാര്യമില്ല. ഈ 10-11 വരികളിൽ ആരാണ് സഹാബി, എന്താണ് സഹാബിയുടെ ഉള്ള്, എന്താണ് സഹാബിയുടെ പുറം എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് സഹാബി? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ചില സഹാബികളുടെ കൂടെ ഇരുന്നിട്ട് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ വീട്ടിന്റെ അകത്തിൽ നിന്ന് കുറെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. അത് നല്ല ഒന്നാന്തരം ചപ്പാത്തിയാണ്, ചപ്പാത്തിയുടെ കൂടെ ഇറച്ചിയാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് സഹാബികൾ കൈ കഴുകിയിട്ട് വന്നിരുന്നപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വീട്ടിലാണ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ഇറച്ചിയും ചപ്പാത്തിയും കണ്ടപാടെ കണ്ണീര് ചാലിട്ടൊഴുകുകയാണ്. അണപൊട്ടിയ വെള്ളം ഒഴുകുന്ന പോലെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. കൂടെയുള്ള സഹാബികൾ ചോദിച്ചു, അങ്ങയുടെ വീട്ടിൽ അങ്ങയുടെ സദ്യ, ചെറിയ സദ്യ, 4 ചപ്പാത്തി, ഒരു ചെറിയ ഇറച്ചിക്കറി, അതിനെന്തിനാണ് ഇത്ര വലിയ സങ്കടം എന്ന് ചോദിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവത്രേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തോടെ നമ്മൾ മാറിപ്പോയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഒരു ദിവസം ഇറച്ചി കഴിച്ചാൽ പിന്നെ ഒരുപാട് ദിവസങ്ങളിൽ ഇറച്ചി കഴിക്കാൻ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ലളിതമായ ഭക്ഷണം, ഒരു ദിവസത്തെ ഇറച്ചി ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസം മാംസാഹാരം കഴിച്ചിരുന്നില്ല. നല്ല ചപ്പാത്തി അവിടുത്തെ വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നില്ല, നല്ല ഇറച്ചിക്കറി ആ വീട്ടിലുണ്ടായിരുന്നില്ല. ഇന്ന് റസൂല് വഫാത്തായതോടെ നമ്മൾ നല്ല ചപ്പാത്തി തിന്നാൻ തുടങ്ങിയോ, നല്ല ഇറച്ചി അകത്തേക്കാക്കാൻ തുടങ്ങിയോ എന്ന ഭയം എന്നെ വല്ലാതെ പരിഭ്രമിപ്പിക്കുകയാണെന്ന് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതിൽ ഇസ്ലാമിന്റെ ലളിത ജീവിതം മാത്രമല്ല അതിലുള്ളത്, ഒരു ആരോഗ്യ തത്വം കൂടി ഉണ്ട്. ഒരു ദിവസം മാംസാഹാരം കഴിച്ചാൽ പിന്നെ കുറെ ദിവസങ്ങളോളം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം മാംസാഹാരം കഴിക്കുമായിരുന്നില്ല. ദഹനക്കേട് വരും, അസുഖങ്ങൾ പലത് വരും, അസുഖങ്ങൾ വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയല്ലേ റോമൻ അംബാസഡർ ഒരു ഒന്നാന്തരം വൈദ്യനെ പറഞ്ഞയച്ചല്ലോ മദീനയിലേക്ക്. എന്റെ ഒരു സമ്മാനം ഇതാ, മദീനത്തേക്ക് ഒരു ഡോക്ടർ റസൂലുള്ളാഹിക്ക് സമ്മാനം കൊടുത്തേക്കാണ് റോമൻ ചക്രവർത്തി, ഒരു ഒന്നാന്തരം വൈദ്യൻ, എല്ലായിടത്തും പ്രസിദ്ധനായ വൈദ്യൻ, വലിയ വലിയ അസുഖങ്ങളെ മാറ്റിയ വൈദ്യൻ, സിദ്ധ ഔഷധങ്ങൾക്ക് പേര് കേട്ട വൈദ്യൻ. നിങ്ങൾ പോണം മദീനത്തേക്ക്. അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് നല്ല സ്വീകരണം കിട്ടി മദീനയിൽ. റോമാ രാജ്യവുമായിട്ട് ഉള്ള സൗഹൃദ ബന്ധം കൊണ്ട് റോമാ ചക്രവർത്തി പറഞ്ഞയച്ച ഡോക്ടറാണ്, ലോക പ്രശസ്തനായ ഡോക്ടറാണ്. അന്നത്തെ ലോക പ്രശസ്തൻ, അന്ന് റോമ എന്ന് പറഞ്ഞ അന്നത്തെ അമേരിക്കയാണ്. ഇന്നത്തെ അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അന്നത്തെ റോമായിലെ പ്രസിദ്ധനായ ഡോക്ടർ. അദ്ദേഹം വന്നു മദീനയിൽ, കുറേശ്ശൊക്കെ അവിടെ താമസിച്ചു, ചികിത്സിക്കാനുള്ള കെയറോഫൊക്കെ നോക്കി. അപ്പൊ നോക്കുമ്പോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മനുഷ്യന്മാർക്കൊന്നും സോക്കടില്ലല്ലോ, ഇവിടെ നമുക്ക് പണിയില്ലല്ലോ, രോഗമില്ല, സഹാബികൾക്കൊന്നും രോഗമില്ല. നോക്കുമ്പോ അവരുടെ ഒരു തലവനുണ്ടല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രോഗമില്ല, പണിയില്ലാതെ മദീനത്ത് ഇങ്ങനെ അധിക ദിവസം കഴിയണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഒരു ദിവസം വൈദ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ പ്രവാചകരെ, ദൂതരെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. രോഗമില്ലാത്ത നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു, ഇവിടെ എനിക്ക് പണിയില്ല. പോവാണോ? റസൂൽ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, ആ ഡോക്ടറുടെ പേര് മറന്നുപോയി, ആ റോമക്കാരന്റെ പേര്. പോവാണോ എന്ന് ചോദിച്ചു. ആ പോവാണ്. എന്നാ പിന്നെ പോയിക്കോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയയപ്പ് കൊടുക്കാൻ ഒരുങ്ങി. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു, യാത്രയയപ്പ് തരുന്നതിന് മുമ്പ് ഒരു ചെറിയ അപേക്ഷ. എന്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഏതൊരു സംഗതിയാണ് രോഗങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത്, ആ മരുന്നൊന്ന് പറഞ്ഞു തരുമോ? ആ കൺകണ്ട സിദ്ധൌഷധം ഒന്ന് പറഞ്ഞു തരുമോ? അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ എൻ്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ആളുകളെ, കഷ്ടപ്പെടുന്ന ആളുകളെ മോചിപ്പിച്ചു കൊള്ളാം. ആ സിദ്ധൌഷധം ഞാൻ അവർക്ക് പരിചയപ്പെടുത്തിക്കൊള്ളാം. എൻ്റെ നാട്ടിലെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഞാൻ ആശ്വാസം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ അമ്പലത്തിങ്കൽ കല പുഞ്ചിരി
പുഞ്ചിരിച്ചു. അമ്പിളിയുടെ മുഖം വിടർന്നു. ആമിന ബീവിയുടെ മുത്തുമോന്റെ കവൾ തടങ്ങളിൽ പുഞ്ചിരി തൂകി. അവിടുത്തെ ചുണ്ടുകളിലൂടെ അവിടുന്ന് മെല്ലെ പതുങ്ങിയ സ്വരത്തിൽ മൊഴിഞ്ഞു, എന്റെ മരുന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഈ വൈദ്യൻ പ്രതീക്ഷിച്ചു എന്തെങ്കിലും അകത്ത് സൂക്ഷിച്ചു വെച്ച വല്ല സാധനമായിരിക്കും, ഇപ്പൊ എടുത്തു കൊണ്ടുവന്ന് വിചാരിച്ച് കാത്തിരുന്നു. എന്റെ മരുന്ന് എന്താണെന്നറിയോ? എന്റെ മരുന്ന് നിങ്ങളുടെ നാട്ടുകാരോട് പോയി പറയാ, വിശക്കുമ്പോ മാത്രമേ ആഹാരം കഴിക്കാവൂ. അല്പം വിശപ്പ് വയറിൽ ബാക്കി വെച്ചുകൊണ്ട് ഭക്ഷണത്തിൽ നിന്ന് പിന്തിരിയണം. ഇതാണ് എന്റെ മരുന്ന്. റോമക്കാർക്കെല്ലാം പോയി പഠിപ്പിച്ചു കൊടുത്തേക്കൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? വിശക്കുമ്പോ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. കയ്യുമുള്ള വാച്ച് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കും. 2 മണിയായി ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. പടച്ചോനെ, 2 മണിയായി ചോറ് കഴിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം വിശപ്പില്ല എന്നാണ്. വിശപ്പില്ലെങ്കിൽ ചോറ് കഴിച്ചിട്ടില്ല എന്നുള്ള വിവരം ക്ലോക്ക് നോക്കണ്ട, റിസ്റ്റ് വാച്ച് നോക്കണ്ട, അത് തന്നാലെ വയറ്റെന്ന് പറയും. 2 മണിയായി ചോറ് കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം വിശപ്പറിഞ്ഞിട്ടില്ല എന്നാണ്. വിശപ്പറിഞ്ഞിട്ടില്ലെങ്കിൽ കഴിക്കണ്ട. വിശപ്പുണ്ടോ? അപ്പോഴാണ് ആഹാരം. അവിടെ നിന്ന് കഴിച്ച് പിന്നെയും കഴിച്ച് അതിന്റെ മേലെയും കഴിച്ച്. അതുകൊണ്ട് സമുദായം എല്ലാ കാര്യത്തിലും പിന്നോക്ക സമുദായമാണെങ്കിലും ആസ്പത്രിയിൽ മുന്നോക്ക സമുദായമായി മാറി. ഞാൻ ചോദിക്കട്ടെ, ഇത് ഏതെങ്കിലും ഒരു മെഡിക്കൽ സയൻസ് ഇതിന്റെ ഒരു ഇഞ്ച് മുമ്പോട്ട് പോയിട്ടുണ്ടോ? 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ പറഞ്ഞ ആ വർത്താനം ഉണ്ടല്ലോ. നിങ്ങൾ അലോപ്പതിയോ ഹോമിയോപ്പതിയോ നാച്ചുറോപ്പതിയോ ആയുർവേദോ യൂനാനിയോ ഏത് ഡോക്ടറോട് പോയിട്ട് ചോദിക്കും, രോഗങ്ങളുടെ സിദ്ധൌഷധം ഏതാണ്? ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ച് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എത്ര പ്രഗത്ഭനായ വൈദ്യനും കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ യുടെ പിന്മുറക്കാരനായി വന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായിരുന്നു അബൂബക്കറിന്റെ നീതിയുടെ മാതൃക? അബൂബക്കർ നീതിമാൻ, ഉമറും നീതിമാൻ. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഭരണം, അല്ലാതെ ഇവിടെ മുസ്ലിങ്ങളുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനോ മുസ്ലിങ്ങളുടെ ഭരണം അടിച്ചേൽപ്പിക്കാനോ ഒന്നും അല്ല. മതസൗഹാർദ്ദത്തിന്റെയും ഹിന്ദു മുസ്ലിം മൈത്രിയുടെയും ഏറ്റവും വലിയ നായകനായിരുന്ന, ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി ജീവൻ കൊടുക്കുകയും ചെയ്ത മഹാത്മാഗാന്ധി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിജിക്ക് അറിയാമായിരുന്നു അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണത്തിൽ നീതിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണകാലഘട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. ചെന്നായയും ആട്ടിൻകുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന കാലഘട്ടം. ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്ര വലിയ നീതിയാണ്. ചെന്നായയും ആട്ടിൻകുട്ടിയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നീതി പുലരുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മഹത്തുക്കൾ ആ ഭരണകാലഘട്ടത്തെ പ്രശംസിച്ചു പറഞ്ഞത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു ദിവസം, വീട്ടിൽ മധുരം ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിന്റെ കൂടെ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട്, വീട്ടിലെ ലളിതമായ ആഹാരത്തിനിടയിൽ മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് മധുരം വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മധുരം കഴിക്കാൻ ആഗ്രഹമുണ്ട്, വല്ലതും കയ്യിലുണ്ടോ? എന്റെ കയ്യിലൊന്നുമില്ല. മധുരം കഴിക്കാൻ അത്ര വലിയ മോഹാണെങ്കിൽ വീട്ടു ചെലവുന്ന് എന്തെങ്കിലും ബാക്കി വെച്ചോ, കരുതി വെച്ചോ, മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മധുരം വാങ്ങിച്ചോ, ആഗ്രഹം നിവർത്തിച്ചു കിട്ടുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് പത്നിയോട് പറഞ്ഞു. അങ്ങനെ പത്നി ഓരോ മാസത്തെയും വീട്ടിന്റെ ചെലവിൽ നിന്നെടുക്കാൻ ഒരു ചെറിയ സംഖ്യ എടുത്തിട്ട് സ്വരൂപിച്ചു വെച്ചു, സൂക്ഷിച്ചു വെച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഖ്യ സ്വരൂപിച്ച് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ദൂതനെ പറഞ്ഞയക്കുമ്പോൾ, മധുരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ദൂതനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചു, എന്താ പോണത്, എന്തിനാ പറഞ്ഞയക്കണത്? മധുരം വാങ്ങിക്കാനാണ്. സംഖ്യ എത്രയായി? എത്ര ആയിരിക്കണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മധുരം വാങ്ങിക്കാൻ വേണ്ടി എടുത്ത സംഖ്യ തിരിച്ചു വാങ്ങിയിട്ട് പറഞ്ഞു, വീട്ടു ചെലവിൽ നിന്ന് ഇത്രയും സംഖ്യ നീ സൂക്ഷിച്ചു വെച്ചു എന്നതിന്റെ അർത്ഥം ഇത്രയും വീട്ടു ചെലവിന് ആവശ്യമില്ലെന്നാണ്. അതുകൊണ്ട് ഈ സംഖ്യ ചെലവിന് ആവശ്യമില്ല. അതുകൊണ്ട് അത് ബൈത്തുൽ മാലിലേക്ക് മുതൽ കൂട്ടുകയാണ്. അത് സമുദായത്തിന്റെ പൊതുസ്വത്തായി മാറട്ടെ. നിനക്ക് മധുരം കഴിക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി? നീ എന്തുകൊണ്ട് നിനക്കൊരു മാസം ഇത്രയും തുക ബാക്കിയാക്കാൻ കഴിഞ്ഞു? അതിന്റെ അർത്ഥം ചെലവിൽ അത്ര ആവശ്യമില്ലെന്നാണ്.
അതുകൊണ്ട് ആ സംഖ്യ ആവശ്യമില്ലാത്ത സംഖ്യയാണ്. ആവശ്യമില്ലാത്ത സംഖ്യ ബൈത്തുൽ മാലിലേക്ക് മുതൽ കൂട്ടേണ്ടതാണ്. അതുകൊണ്ടും അവസാനിച്ചില്ല. സിദ്ദീഖുൽ അക്ബർ അന്ന് തന്നെ ഓർഡറിട്ടു, ഖിലാഫത്തിൽ നിന്ന് ബൈത്തുൽ മാൽ എന്ന പൊതുമുതലിൽ നിന്ന് ഖലീഫ എന്ന നിലക്ക് തനിക്ക് അനുവദിച്ച ശമ്പളത്തിൽ നിന്ന് ഈ മധുരത്തിന് വേണ്ടി ഭാര്യ സൂക്ഷിച്ചു വെച്ച ഓരോ മാസത്തെയും സംഖ്യ എത്രയുണ്ടോ അത് വെട്ടിച്ചുരുക്കണം. ഓരോ മാസവും അത്രയും സംഖ്യ ഭാര്യക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞത് ആ സംഖ്യ ചെലവ് കഴിച്ചു ബാക്കിയായതുകൊണ്ടല്ലേ. സത്യത്തിൽ ചെലവ് കഴിച്ച് ബാക്കിയായതുകൊണ്ടല്ല. ഉള്ള ചെലവ് നിയന്ത്രിച്ചിട്ട് മധുരം കഴിക്കാനുള്ള പൂതി കൊണ്ട് സഹധർമ്മിണിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പത്നി സൂക്ഷിച്ചു വെച്ചതാണ്. അതായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ വഫാത്താകാൻ പോണ നേരത്ത് കൂടെ ഉണ്ടായിരുന്നവരോട് പറയുകയാണ്, ഞാനിതാ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഞാൻ വിട പറഞ്ഞു പോയാൽ എനിക്കൊരു ചെറിയ ഭൂമിയുണ്ട്, ആ ഭൂമി വിൽക്കണം. ആ ഭൂമി വിറ്റിട്ട് എത്ര മാസം ഞാൻ ആകെ ശമ്പളം പറ്റിയിട്ടുണ്ടോ ബൈത്തുൽ മാലിൽ നിന്ന്, ആ ശമ്പളം മുഴുവനും ഈ ഭൂമി വിറ്റ് കിട്ടുന്ന സംഖ്യ കൊണ്ട് ബൈത്തുൽ മാലിലേക്ക് തിരിച്ചടക്കണമെന്ന് പറഞ്ഞതോടെ അതുവരെ വാങ്ങിയിരുന്ന ശമ്പളവും തിരിച്ചടക്കാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവിട്ടു. അതോടൊപ്പം പറഞ്ഞു, ഒരു ഒട്ടകം എന്റെ വകയായിട്ടുണ്ട്, ഒരു പാത്രവും എന്റെ വകയായിട്ടുണ്ട്, ഒരു പുതപ്പും എന്റെ വകയായിട്ടുണ്ട്. ഈ മൂന്നും വിറ്റ് കിട്ടുന്നത് പാവങ്ങൾക്ക് സദഖ ചെയ്യണമെന്ന് സയ്യിദുനാ അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു വിധി കൽപ്പിച്ചു. ആരാണ് ഈ സിദ്ദീഖുൽ അക്ബർ? പിന്നെയും ഓർക്കുക സഹോദരങ്ങളെ, ഈ സിദ്ദീഖുൽ അക്ബർ ആരാണ്? ഒരു ദിവസം വീട്ടിൽ സിദ്ദീഖുൽ അക്ബർ ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്തിനിടയിൽ രാത്രിയായപ്പോൾ ഭരണകൂടത്തിന്റെ ഫയൽ നോക്കുന്ന ജോലി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുകയാണ്. ഫയൽ നോക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് വിളക്ക് കത്തിച്ചു വെച്ചു. വിളക്ക് കത്തിച്ചു വെച്ച സമയത്ത് ഭാര്യ ഓടി വന്നുകൊണ്ട് എന്തോ ഒരു കാര്യം സംസാരിക്കാൻ ഒരുമ്പെട്ടു. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് തന്റെ കൈ കൊണ്ട് വിളക്കണച്ചു. അബൂബക്കർ സിദ്ദീഖ് വിളക്കണച്ച് ഇരുട്ടായപ്പോൾ പ്രിയപ്പെട്ട പത്നി ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനാ, ഒരു കാര്യം വർത്താനം പറയാൻ വന്നപ്പോ ഇരുട്ടിൽ എങ്ങനെ സംസാരിക്കുക? വെളിച്ച കത്തിക്ക്, നിങ്ങൾ ഇരുട്ട് വിളക്കെന്തിനാ അണച്ചത്? പെണ്ണെ, കത്തുന്ന എണ്ണ പൊതുജനാവിന്റെ എണ്ണയാണ്. ഞാൻ ഭരണകൂടത്തിന്റെ ഫയൽ നോക്കുകയാണ്. ഭരണകൂടത്തിന്റെ ഫയൽ നോക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ എണ്ണ കത്തുകയാണ്. ആ പൊതുഖജനാവിന്റെ എണ്ണ കൊണ്ട് നിന്റെ അടുക്കള കാര്യം പറയാൻ നിവൃത്തിയില്ല പെണ്ണെ. വേറെ വിളക്ക് വേണമെങ്കിൽ കൊണ്ട് കത്തിച്ചു വെച്ചോ, അല്ലെങ്കിൽ ഇരുട്ടത്ത് സംസാരിക്കാൻ പഠിച്ചോ എന്ന് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു. ഗാന്ധിജി വെറുതൊന്നും അല്ല പറഞ്ഞത്, ഞാൻ ഇന്ത്യക്ക് ആഗ്രഹിക്കുന്ന ഭരണം അബൂബക്കറിന്റെ ഭരണമാണ്, പിന്നെ ഉമറിന്റെയും ഭരണമാണ്. അബൂബക്കറിന്റെ ഭരണമാണ്, ഉമറിന്റെയും ഭരണമാണ്. നാട്ടുകാർക്ക് സ്വൈരമായിട്ട് ജീവിക്കാം, നാട്ടുകാരുടെ പൊതുമുതലിനെ എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താം. അത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ പോലെ ജീവിച്ച സിദ്ദീഖുൽ അക്ബറിന്റെ അവസ്ഥ. സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ കൂടെയുണ്ടായിരുന്നു. ബദറിൽ, ഉഹദിൽ, ഖന്തഖിൽ, ഹുനൈനിൽ, എന്തിനേറെ ഹിജ്റയിൽ എല്ലാ ഘട്ടങ്ങളിലും ഹുനൈനിന്റെ യുദ്ധക്കളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളാൽ വളയപ്പെട്ടിരിക്കുകയാണ്. ശത്രുക്കൾ നാനാഭാഗത്തു നിന്നും ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സേന പോലും ചെതറിപ്പോയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സേന ചെതറിപ്പോയി. സഹാബാക്കൾ നെട്ടോട്ടമോടുകയാണ്. പരാജയത്തിന്റെ വക്കത്തേക്ക് നീങ്ങുന്ന ഒരവസ്ഥ ഹുനൈനിന്റെ യുദ്ധക്കളത്തിൽ ഉണ്ടായി. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണ് കയ്യിൽ വാരിക്കൊണ്ട് എറിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ. മുഖങ്ങൾ വികൃതമാകട്ടെ, മുഖങ്ങൾ വികൃതമാകട്ടെ, മുഖങ്ങൾ വികൃതമാകട്ടെ. മുശ്രിക്കീങ്ങൾക്കിടയിൽപ്പെട്ട ഒരു ശത്രു വിളിച്ചു പറയുകയാണ്. ഞാൻ ആ സമയത്ത് കിട്ടിയ ചാൻസിൽ മുഹമ്മദ് ഒറ്റക്കെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് അടുക്കുകയായിരുന്നു, കടന്നു ചെല്ലുകയായിരുന്നു. അപ്പോഴുണ്ട് മണ്ണെടുത്തുകൊണ്ട് മുഹമ്മദ് വിളിച്ചു പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ, ഷാഹത്തിൽ വുജൂ. മുഖങ്ങൾ വികൃതമാകട്ടെ, മുഖങ്ങൾ വികൃതമാകട്ടെ. അതോടെ കണ്ണ് കാണാൻ കഴിയാതെ ഞാൻ നെട്ടോട്ടമോടി. എനിക്ക് പിന്നെ നിൽക്കക്കള്ളിയില്ല. മുഹമ്മദിനെ ആക്രമിക്കാൻ പോയ ഞാൻ എന്റെ തടിയും കൊണ്ട് ഓടേണ്ടി വന്നുവെന്ന് ശത്രു പറയുന്ന അവസ്ഥ ഹുനൈനിലുണ്ടായപ്പോൾ റസൂലിനൊന്നും പറ്റാതിരിക്കാൻ കൂടെയുണ്ട് നിഴൽ പോലെ സിദ്ദീഖുൽ അക്ബർ.
റളിയല്ലാഹു തആല അൻഹു ഫത്ഹ് മക്കയുടെ ദിവസം ഓർക്കുക. മക്കയുടെ വിജയമാണ്. ബദറിൽ ഉഹദിൽ യുദ്ധങ്ങളിൽ ജയിച്ച, ബദറിൽ ജയിച്ച് ഉഹദിൽ പരീക്ഷണം ഏറ്റുവാങ്ങിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വിജയിയായി കൊണ്ട് തിരിച്ചു വരികയാണ്. വിജയിയായിക്കൊണ്ട് തിരിച്ചു വരികയാണ്. ആ സന്ദർഭത്തിൽ ശത്രുക്കൾ പറഞ്ഞു നോക്കി, ഒന്ന് ആക്രമിക്കാൻ പറ്റുമോ? പലരും വിചാരിച്ചു ഒന്ന് ആക്രമിക്കാൻ പറ്റുമോ? അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് അപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ കരള് ചവച്ചു തുപ്പിയ ഹിന്ദ് ജീവിച്ചിരിപ്പുണ്ട്. ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്ന ഹസ്രത്ത് ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചകം കത്തികൊണ്ട് പിളർത്തി, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പോലെ ആ പുണ്യ ശരീരം പിളർത്തി, അതിനകത്ത് നിന്ന് നെഞ്ചിന്റെ കൂട്ടിൽ നിന്ന് കരളിപ്പിച്ച് ചീന്തിയെടുത്ത് എന്റെ ബാപ്പയെ കൊന്ന ഹംസ എന്ന് പറഞ്ഞ് രാക്ഷസിയെ പോലെ ഹിന്ദ് എന്ന പെണ്ണ് താണ്ഡവമാടിയത് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. ചരിത്രത്തിലെ കറുത്ത അധ്യായം. വഹ്ശി എന്ന് പറയുന്ന ഒരു നീഗ്രോയെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഹിന്ദ് എന്ന പെണ്ണ് ഈ പരിപാടി ഏറ്റെടുത്തത്. ബദറിൽ ഹിന്ദിന്റെ പിതാവ് കൊല ചെയ്യപ്പെട്ടു. ഹിന്ദ് എന്ന പെണ്ണിന്റെ പിതാവ് അബൂ സുഫിയാന്റെ പത്നിയായ ഹിന്ദിന്റെ പിതാവ് ബദറിൽ കൊല ചെയ്യപ്പെട്ടു. അതിന് പകരം വീട്ടാൻ വഹ്ശി എന്ന ചെറുപ്പക്കാരനെ വിളിച്ച് നല്ലോണം കണ്ടുപിടിപ്പിച്ച് ഹിന്ദ് എന്ന പെണ്ണ് അത് പറഞ്ഞ ഹംസത്തിനെ കൊല്ലാൻ നീ ട്രെയിനിങ് നടത്തുവോ? ഹംസത്തിനെ പെട്ടെന്ന് കൊല്ലാൻ സാധിക്കില്ല. ഹംസത്തെ വില്ലാളി വീരനാണ്. അതുകൊണ്ട് എങ്ങനെ കൊല്ലുക? ഹംസത്തിനെ കൊല്ലണമെങ്കിൽ പിന്നിനെ കൊല്ലാൻ പറ്റുള്ളൂ. ചതിപ്രയോഗത്തിൽ നേരിട്ട് ഹംസത്തിനെ കൊല്ലാൻ സാധിക്കില്ല. അതുകൊണ്ട് വഹ്ശിക്ക് ട്രെയിനിങ് കൊടുത്തു. പിന്നിന്ന് പോയിട്ട് ഒരാളെ കുന്തെറിഞ്ഞ് കൊല്ലുന്ന രീതി എങ്ങനെയാണ്? ഉഹദിലെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ 2 പല്ല് താഴെ വീണ് ഏറ്റവും വലിയ പരീക്ഷണമുണ്ടായ യുദ്ധക്കളമാണ് ഉഹദ്. ആ ഉഹദിന്റെ യുദ്ധക്കളത്തിൽ ഒരാൾ കുന്തവും കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഹംസത്തെവിടെ? റസൂലുള്ളാഹിന്റെ എളാപ്പ, ശക്തനായ എളാപ്പ, പ്രിയങ്കരനായ ഇസ്ലാമിന്റെ വീരശൂര പരാക്രമി ഹംസത്ത് റളിയല്ലാഹു അൻഹു. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയാസ് വദേ മാറടാ, ആറ്റൽ മഹ്മൂദർ ഹൗദിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ എന്ന് പാടിയ ആ സംഭവത്തിൽ വമ്പുറ്റ ഹംസ, വമ്പുറ്റ ധീരനായ ഹംസത്തെന്നോര് റളിയല്ലാഹു തആല അൻഹു, ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുന്തമറിയാൻ വേണ്ടി വഹ്ശി കുന്തവും പിടിച്ചുകൊണ്ട് ഉഹദിന്റെ യുദ്ധക്കളത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു കൊടുമ്പിരിക്കൊണ്ട യുദ്ധത്തിൽ കുഫാറിന്റെ തല കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിന് പിറകെ ഒന്ന് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബായ നബിയുടെ ആദർശം ജയിക്കട്ടെ, തൗഹീദ് ജയിക്കട്ടെ. ഏകദൈവം അവനാണ് നാഥൻ, അവനാണ് ഉടമസ്ഥൻ, അവനല്ലാതെ നാഥനില്ല, അവനല്ലാതെ സംരക്ഷകനില്ല, അവനല്ലാതെ ആരാധനില്ല, അവനല്ലാതെ ആദിയും വ്യാധിയും തീർക്കാൻ ആരുമില്ലെന്ന പ്രഖ്യാപനം മുഴക്കാൻ ഹംസത്ത് യുദ്ധക്കളത്തിൽ പോരടിക്കുമ്പോൾ ദൂരെ നിന്ന് ചതിയനായ വഹ്ശി കാണുകയാണ്. ഏറ്റവും നല്ല ചാൻസ് ഹംസത്ത് ഇപ്പോൾ യുദ്ധത്തിലാണ്. എല്ലാം ചെതറിയ ഉഹദിന്റെ യുദ്ധക്കളം, എല്ലാം ചെതറിയ ഉഹദിന്റെ യുദ്ധക്കളത്തിൽ വഹ്ശി ചെന്നുകൊണ്ട് കുന്തം കൊണ്ട് ഒറ്റയാണ് ഹസ്രത്ത് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു അതാ മലർന്നടിച്ചുകൊണ്ട് ഉഹദിന്റെ മണ്ണിൽ വീണ് കിടക്കുകയാണ്. വിവരമറിഞ്ഞു. സഹാബത്തിന്റെ സൈന്യം ചെതറിപ്പോയിരിക്കുകയാണ്. ഹിന്ദ് പൊട്ടിച്ചിരിച്ചു, ഹിന്ദ് കള്ളു കുടിച്ചു, ഹിന്ദ് പിന്നെയും കുടിച്ചു. ലോകത്തെല്ലാ അക്രമികൾക്കും കൂട്ടുമദ്യമാണ്. ലോകത്തെ എല്ലാ തോന്നിവാസികൾക്കും എന്നെന്നും കൂട്ടുമദ്യം. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ആള് ചോദിച്ചു, വ്യഭിചാരമോ ഏറ്റവും വലിയ തിന്മ, അതോ മദ്യപാനമോ ഏറ്റവും വലിയ തിന്മ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദ്യമാണ് ഏറ്റവും വലിയ തിന്മ. അതെന്താ? വ്യഭിചാരമല്ലേ ഏറ്റവും കടുത്ത പാപം? വ്യഭിചാരം ചെയ്തവന് വ്യഭിചാരമേ ഉള്ളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദ്യപിച്ചവനോ അവന് ബുദ്ധിയുടെ സമനില തെറ്റി, അവന് പിന്നെ വ്യഭിചരിക്കാം, അവന് പിന്നെ മോഷ്ടിക്കാം, അവന് പിന്നെ എന്തും ചെയ്യാം, എന്തും വിളിച്ചു പറയാം, എന്തും പ്രവർത്തിക്കാം. എല്ലാ തോന്നിവാസങ്ങളിലേക്കുമുള്ള വാതിലാണ് മദ്യം. അതുകൊണ്ട് മദ്യം തിന്മകളുടെ മാതാവാണെന്ന് അലിയുൽ ഹൈദറുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചു. അതാണ്. എന്നിട്ടും പലപ്പോഴും പറയാറുള്ള മാതിരി നമ്മുടെ സമൂഹത്തിലെ നല്ല നല്ല ആണത്തമുള്ള കുട്ടികൾക്ക്, നല്ല നല്ല ശൂരത്വമുള്ള കുട്ടികൾക്ക് ഗൾഫ് പോയൊക്കെ വന്നാല് പലർക്കും, എല്ലാരും അല്ല പറയണത്, തെറ്റിദ്ധരിക്കരുത്. ഗൾഫ് പോയി വന്നവരെ കൂട്ടത്തില് ബഹുഭൂരിപക്ഷം നല്ലവരാണ്, ആയിക്കോട്ടെ, വിരോധമില്ല. കുറെ എങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പറയേണ്ടതാണ്, ക്ഷമിക്കുക.
പരിഷ്കാരം കണ്ടിട്ട് മദ്യപാനം ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് മടങ്ങി വരുന്നവർ നാശത്തിന്റെ വാതിൽ തുറക്കുകയാണ്, അക്രമത്തിന്റെ കവാടം തുറക്കുകയാണ്. ഹിന്ദെന്ന പെണ്ണ് കള്ളു കുടിച്ച് കൂത്താടിക്കൊണ്ട് പറഞ്ഞു, അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹംസ ഹംസ വിളിച്ചു പറഞ്ഞു, പിന്നെയും ഹംസ, ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തിരിക്കുന്നു ഹംസ, എന്റെ ബാപ്പയെ കൊന്ന ഹംസ. തീർന്നില്ല എന്റെ പ്രതികാരം. ബാപ്പ മരിച്ചു കിടക്കുന്ന ബദറിൽ വന്നിട്ട് പെണ്ണിന്റെ പ്രതിജ്ഞ എന്ന് കേട്ടിട്ടില്ലേ? പെണ്ണ് തീരുമാനിച്ചാൽ പെണ്ണൊരുമ്പെട്ടാൽ എന്നൊരു പഴമൊഴിയുണ്ട്. പെണ്ണൊരുമ്പെട്ടാൽ എന്റെ ബാപ്പാനെ കൊന്ന ഹംസത്തിന്റെ കരള് ഞാൻ ചീന്തി വലിച്ചെറിയില്ലെങ്കിൽ ഞാൻ പെണ്ണല്ല എന്ന ഹംസന്റെ സത്യം. ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ആസൂത്രണം ചെയ്ത ഹിന്ദിന്റെ സത്യം. ആ പുണ്യമേനിയുടെ അടുക്കലേക്ക് അതാ പെണ്ണ് കടന്നു വരുന്നു. ദീനിന്റെ കാവൽക്കാരൻ ഷഹീദായിട്ട് കിടക്കുകയാണ്. ആ പുണ്യമാക്കപ്പെട്ട മുഖം വെറും സഹാബിയല്ല, റസൂലുള്ളാഹിന്റെ പിതാവിന്റെ സഹോദരനാണ് ഹംസ. അബ്ദുല്ലാഹിന്റെ സഹോദരനായ അബ്ദുൽ മുത്തലിബിന്റെ മകനായ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ മലർന്നു കിടന്ന ശരീരത്തെ കത്തികൊണ്ട് പളർത്തുകയാണ്. അറുക്കപ്പെട്ട് കിടക്കുന്ന മൃഗത്തെ പളർത്തുന്ന പോലെ ഹിന്ദെന്ന പെണ്ണ് പുണ്യമാക്കപ്പെട്ട ആ ശരീരത്തെ കത്തിയെടുത്ത് പളർത്തുകയാണ്. നെഞ്ചിന്റെ അകത്തേക്ക് അവൾ കൈയിട്ട് വാരുകയാണ്. കരൾ, ആ കരൾ ഇസ്ലാമിന്റെ വീരന്റെ കരൾ, റസൂലുള്ളാഹിന്റെ കരൾ, ദീനിന്റെ കരൾ, അല്ലാഹു പൊരുത്തപ്പെട്ട ഹംസത്തിന്റെ കരൾ, സ്വർഗത്തിൽ നാളെ ശുഹദാക്കൾക്ക് നേതൃത്വം നൽകുന്ന പുണ്യ പൂമാന്റെ കരൾ പെണ്ണ് വലിച്ചെടുക്കുകയാണ്. എന്നിട്ടും തീർന്നില്ല. ആ പച്ചമാംസം വായിലിടുകയാണ്, ചവച്ചരക്കുകയാണ്, അത് പുറത്തേക്ക് തുപ്പുകയാണ്. പിന്നെയും ഗർജിച്ച് പറയുകയാണ്, അട്ടഹസിക്കുകയാണ് ഹംസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഈ വിവരം കേട്ടപാടെ തലക്ക് കൈ കൊടുത്തുകൊണ്ട് കണ്ണുനീര് കവിളിലൂടെ ചാലിട്ടൊഴുകുകയാണ്. ഹംസത്തിനെ കാണാൻ വേണ്ടി സഹാബത്തിന്റെ കൂടെ പുറപ്പെട്ടു വരികയാണ്. പുണ്യ പൂമാൻ നോക്കുകയാണ്, ആരാണ് ഈ കിടക്കുന്നത്? എന്റെ കരളിന്റെ കഷ്ണമേ ഹംസ, എന്റെ പ്രിയപ്പെട്ട എളാപ്പ ഹംസ, അങ്ങ് കടന്നു വന്നപ്പോഴാണ് ഈ മരുഭൂമിയിൽ ദീന് ശക്തിപ്പെട്ടത്. അങ്ങ് ഈമാൻ കൊണ്ടപ്പോഴാണ് ഇവിടെ ദീനിന് വസന്തമുണ്ടായത്. അങ്ങ് വന്നപ്പോഴാണ് സഹാബികൾക്ക് മർദ്ദനത്തിന് ആശ്വാസമുണ്ടായത്. അങ്ങ് വന്നപ്പോഴാണ് ബിലാലിന്റെ നെഞ്ചത്ത് നിന്ന് പാറക്കെട്ടുകൾ ഇറക്കി വെക്കാൻ ശത്രുക്കൾ ഒരുമ്പെട്ടത്. അങ്ങ് വന്നപ്പോഴാണ് ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചെടുക്കുന്ന പണി അവർ നിർത്തിയത്. അങ്ങാണ് ഞങ്ങൾക്ക് അഭയം, അങ്ങാണ് ഞങ്ങൾക്ക് ആരംഭമായത്. അതുകൊണ്ട് എന്റെ ഇളാപ്പ അങ്ങ് സയ്യിദു ശുഹദാ, അങ്ങ് ശുഹദാക്കൾക്ക് നായകനാണ്, അങ്ങ് രക്തസാക്ഷികളുടെ നേതാവാണ്, അങ്ങ് സ്വർഗത്തിൽ ശുഹദാക്കൾക്ക് നേതൃത്വം നൽകുന്നവനാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പെണ്ണിനും വേണ്ടേ ഒന്ന് പൂതിയിടാൻ? ഫത്ഹ് മക്കയിൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വരികയാണ്. മദീനയിൽ നിന്ന് മക്കത്തേക്ക് ബദറും കഴിഞ്ഞു, ഉഹദും കഴിഞ്ഞു, ഹുനൈനും കഴിഞ്ഞു, ഹുദൈബിയയും കഴിഞ്ഞു. ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടതാ അവസാനം മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. കൂടെയുള്ള സഹാബത്തിന് ഒരേ ഒരു മന്ത്രം മാത്രം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഹിന്ദിന് അപ്പോഴുണ്ട് പൂതി തീർന്നിട്ടില്ല. പെണ്ണിന്റെ പ്രതികാരം. അബൂ സുഫിയാൻ എന്ന ഭർത്താവിന്റെ കുപ്പായം പോയി വലിച്ചിട്ട് പറഞ്ഞു, അബൂ സുഫിയാൻ ഇറങ്ങ്, മുഹമ്മദ് വരണ, യുദ്ധം ചെയ്യാൻ ഒരുങ്ങ്, തുരത്തണം. ഹംസത്തിന്റെ പച്ചക്കരള് ചവച്ചു തുപ്പിയ ഹംസത്തിന്റെ പുണ്യമാക്കപ്പെട്ട ശരീരത്തെ വികൃതമാക്കിയ ഈ പെണ്ണ് വിളിച്ചു പറഞ്ഞു, ഇറങ്ങ് അബൂ സുഫിയാൻ. കുപ്പായം പിടിച്ചിങ്ങനെ വലിച്ചിട്ടും അബൂ സുഫിയാൻ പ്രതിമ പോലെ ഇങ്ങനെ നിന്നു. ഖുറൈശികളുടെ നേതാവ്. എന്തേ അവിവേകം പറയരുത്. അതെന്താ? മുശ്രിക്കീങ്ങളിൽപ്പെട്ട അബൂ സുഫിയാൻ എന്താ അങ്ങനെ പറയണത്? ചോദിച്ചു ഹിന്ദ്, അബൂ സുഫിയാൻ നിങ്ങൾ ആണല്ലേ? ഖുറൈശികൾക്കിടയിൽ പിറന്ന ആണല്ലേ? ശരിയാണ് ഹിന്ദേ. അന്ന് ബദറിലേക്ക് വന്ന മാതിരിയല്ല മുഹമ്മദ് ഇപ്പൊ വരുന്നത്. മക്ക മുഴുവൻ അധീനമാകാൻ പോവുകയാണ്. ഇത് ഫത്ഹ് മക്കയാണ്, ഇത് വിജയമാണ്. ഇതിനെ തടയാനാവില്ല ഹിന്ദേ. ലോകം അധീനമായിരിക്കുന്നു മുഹമ്മദിനെ. നമ്മുടെ ആഗ്രഹങ്ങൾ അസ്തമിച്ചു പോയിരിക്കുന്നു ഹിന്ദേ. നമ്മൾ ഏതൊക്കെ അനാചാരങ്ങളെ ജീവിപ്പിക്കാൻ ശ്രമിച്ചോ ആ അനാചാരങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടു പോയി ഹിന്ദേ. നാം കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയെ പിന്നെയും കുഴിച്ചു മൂടാൻ ആഗ്രഹിച്ചുവെങ്കിൽ മുഹമ്മദ് അവളെ കൈപിടിച്ചുയർത്തിയിരിക്കുന്നു ഹിന്ദേ. അവൾക്ക് സമത്വം നൽകിയിരിക്കുന്നു ഹിന്ദേ. നാം കറുത്തവനെ പട്ടി എന്ന് വിളിച്ചെങ്കിൽ കറുത്തവനെ മുഹമ്മദ് സയ്യിദ് എന്ന് വിളിച്ചിരിക്കുന്നു ഹിന്ദേ. കറുത്തവനെ നേതാവാക്കിയിരിക്കുന്നു ഹിന്ദേ. ഉണങ്ങിച്ചപ്പിയ മുന്തിരിങ്ങ തലയുള്ള നീഗ്രോവാണ് നിങ്ങളുടെ നേതാവെങ്കിൽ ആ
നീഗ്രോയെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നു. ഹിന്ദേ, രക്ഷയില്ല ഹിന്ദേ, അനുസരിക്കലല്ലാതെ രക്ഷയില്ല ഹിന്ദേ. നാം പാവങ്ങളെ ചൂഷണം ചെയ്തിരുന്നെങ്കിൽ അത് അവസാനിച്ചിരിക്കുന്നു ഹിന്ദേ. സകാത്ത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദേ. നീ കള്ളു കുടിച്ച് കൂത്താടി അറേബ്യയിലെങ്കിൽ മദ്യം നിരോധിക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദേ. മദ്യത്തോട് വിടയാണ് ഹിന്ദേ. ഹിന്ദേ, നീ പലിശ കൊണ്ട് തടിച്ചു കൊഴുത്തെങ്കിൽ പലിശ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദേ. പരിവർത്തനത്തിന്റെ കാഹളം മുഴങ്ങിയിരിക്കുന്നു ഹിന്ദേ. ലോകം നന്മയിലേക്ക് കുതിക്കുകയാണ് ഹിന്ദേ. ഇരുട്ടിന്റെ ആളുകൾ എതിർത്താലും വെറുത്താലും ലോകം നന്മയിലേക്ക്. ഫത്ഹ് മക്കയിലേക്ക് റസൂല് നടന്നു വരുമ്പോ ഖുർആൻ അപ്പോഴും ജിബ്രീലിന്റെ പണിയാണ്. ജിബ്രീലെ ആകാശത്തുനിന്ന് പാറിപ്പറക്കണം. ഖുൽ നബിയെ അങ്ങ് പറയുക, ജാഅൽ ഹഖ്, സത്യമിതാ വന്നിരിക്കുന്നു. വസഹഖൽ ബാതിൽ, അസത്യമിതാ തകർക്കപ്പെട്ടിരിക്കുന്നു. മിഥ്യ ഇതാ നാമാവശേഷമായിരിക്കുന്നു. ഇന്നൽ ബാതില കാന സഹൂഖാ, മിഥ്യ തകർക്കപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. അസത്യം തകരാതിരിക്കാനാവില്ല. അസത്യം തകരേണ്ടതാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നീങ്ങിപ്പോകാതിരിക്കാൻ രാത്രിക്കാവില്ല. സൂര്യൻ ഉദിച്ചേ തീരൂ, രാത്രി മറഞ്ഞേ തീരൂ, പകൽ വന്നേ തീരൂ. ഈ ദീനിന്റെ വെളിച്ചം ലോകത്ത് പരന്നേ തീരൂ. അതുകൊണ്ട് ഹിന്ദേ, യുദ്ധത്തിന് നിവൃത്തിയില്ല ഹിന്ദേ. പെണ്ണ് മെല്ലെ മെല്ലെ മടങ്ങിപ്പോയി വീട്ടിലേക്ക്, അടുക്കളയിലേക്ക്. തന്റെ മോഹങ്ങൾ കുഴിച്ചു മൂടിക്കൊണ്ട് രാക്ഷസി പെണ്ണ് അടുക്കളയിലേക്ക്. അബൂ സുഫിയാൻ ഒളിത്താവളത്തിലേക്ക്. തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? താൻ ബദറിൽ എതിരിട്ടവനാണ്, സകല ശല്യവും ചെയ്തവനാണ്. തന്നെ വല്ലവരും എന്തെങ്കിലും കാണിക്കുമോ? അപ്പോഴുമുണ്ട് വലം കയ്യായി സിദ്ദീഖ്, പുണ്യപൂമാന്റെ കൂടെ സിദ്ദീഖ്. എല്ലാവരും മക്കയിലെത്തിയപ്പോൾ ആരോ പറഞ്ഞു, ഒരു പാട്ട് പാടുക, ഒരു പാട്ട് പാടുക. റസൂലുള്ളാഹിക്ക് കവിത ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ കവിതയായിരിക്കണം എന്ന് മാത്രം. കണ്ട പെണ്ണിന്റെ അരഞ്ഞാണോ പെണ്ണിന്റെ അരക്കെട്ടും അല്ല പാടേണ്ടത്, ജീവിതത്തിന്റെ സത്യങ്ങൾ പാടണം. അപ്പൊ റസൂൽ ആസ്വദിക്കുമായിരുന്നു. ഇവിടെ മിനിഞ്ഞാന്ന് പ്രകാശനം ചെയ്ത അല്ലാമ ഇഖ്ബാലിന്റെ ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാവീക്ഷണത്തെക്കുറിച്ച് ഒരു ഒന്നാന്തരം ലേഖനം അല്ലാമ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വിഷയത്തെക്കുറിച്ച് ഒരു പക്ഷേ ഇഖ്ബാൽ ചിന്തിച്ച പോലെ ലോകത്തധികം ആളുകൾ ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്താണ് സാഹിത്യത്തോട് റസൂലുള്ളാഹിന്റെ വീക്ഷണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂൽ കവിതയെ എങ്ങനെ കണ്ടു? റസൂൽ കവിതയെ ഇഷ്ടപ്പെട്ടോ? കവിതയെ വെറുത്തോ? പാട്ടിനോടുള്ള നിലപാടെന്ത്? ഗാനത്തോടുള്ള നിലപാടെന്ത്? സാഹിത്യത്തോടുള്ള കാഴ്ചപ്പാടെന്ത്? ഹസ്രത്ത് അല്ലാമ ഇഖ്ബാൽ ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമ പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, ഒരു പാട്ട് പാടില്ലേ എന്ന് ചോദിച്ചു. പാട്ടങ്ങ് പാടാൻ തുടങ്ങി. ഖുല്ലൂബനിൽ കുഫാരി അൻ സബീലിഹി അൽയൗമ നഗ്രിബുകും അലാ തൻസീലിഹി ളർബൻ യസീലുൽ ഹമ അൻ മാഖീലിഹി വയുദ്ഹിലുൽ ഖലീല അൻ ഖലീലിഹി. ഇന്ന് കുഫാറിനെ അടിക്കുന്ന ദിവസമാണ്. ഇന്ന് കുഫാറിന്റെ മസ്തകം തകർക്കുന്ന ദിവസമാണ്. ഇന്ന് കൂട്ടുകാരനുമായിട്ട് വേർതിരിക്കുന്ന അടിക്കുന്ന ദിവസമാണ്. അപ്പൊ ആരോ ഒരാൾ ചോദിച്ചു, പാട്ടോ? റസൂലിന്റെ സദസ്സിലോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടട്ടെ. മുശ്രിക്കീങ്ങൾക്കെതിരെ അമ്പയക്കുന്നതിനേക്കാളും വിലപ്പെട്ടതാണ് ഈ കവിത എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. മുശ്രിക്കീങ്ങളെ അമ്പ ഇത് എതിരിടുന്നതിനേക്കാളും വിലപ്പെട്ടതാ ഈ കവിത കൊണ്ട് എതിരിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. ഫത്ഹ് മക്കയുടെ രംഗം. അബൂ സുഫിയാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അന്തിച്ചു നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ചു വന്നു. സിദ്ദീഖുൽ അക്ബർ കൂടെ ഉണ്ട്. ശത്രുക്കളൊക്കെ നിരന്നു നിൽക്കുകയാണ് മുമ്പില്. ആരൊക്കെ മുമ്പിൽ നിൽക്കുന്നത്? കല്ലെറിഞ്ഞവര്, കൂക്കി വിളിച്ചവര്, എതിരിട്ടവര്, ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിൽ നിസ്കരിക്കുമ്പോൾ ചാർത്തിയവർ, അക്രമങ്ങൾ ചെയ്തവർ, ഒരുപാട് അപകടങ്ങൾക്ക് കൂട്ടുനിന്നവർ അവരാണ്. അവർക്കിടയിലേക്കാണ് കടന്നു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് പെരുമാറ്റമാണ് നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു ഖുറൈശികളോട്. എന്ത് പെരുമാറ്റമാണ് നിങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പെരുമാറ്റം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുറൈശികൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു മാന്യനായ സഹോദരന്റെ പെരുമാറ്റം ആഗ്രഹിക്കുന്നു. ഖുറൈശികൾക്ക് മാന്യത എന്നുള്ള പദത്തിന്റെ അർത്ഥം തിരിഞ്ഞതാണ്. സഹാബിയായ വനിതയുടെ ഗുഹ്യഭാഗത്ത് ഇരുമ്പിന്റെ ദണ്ടിറക്കിയപ്പോ ഖുറൈശികളുടെ ഡിക്ഷണറിയിൽ ആ വാക്കുണ്ടായിരുന്നില്ല. നോക്കണം, ദീനിന്റെ ശത്രുക്കൾക്ക് എപ്പോഴും അവരുടെ അവസരത്തിനൊത്ത് വർത്താനം പറയാൻ അറിയാം. അന്ന് അവർക്ക് മാന്യത അറിയില്ല.
ലോകത്തിന് നന്മ കാണിക്കാൻ വന്ന പ്രവാചകനെ കൂവിയപ്പോൾ അവർക്ക് മാന്യത എന്തെന്നറിയില്ലായിരുന്നു. തെണ്ടിപ്പിള്ളേരെ കൂക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോഴും അവർക്കറിയില്ലായിരുന്നു മാന്യത എന്ത് അവർക്കറിയില്ലായിരുന്നു. അവർക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ഹബീബിന്റെ മേൽ ചാർത്തിയപ്പോഴും അറിയാത്ത മാന്യത. അവർ പറഞ്ഞു, മാന്യനായ സഹോദരന്റെ പെരുമാറ്റം പ്രതീക്ഷിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞ രണ്ട് വാക്ക് ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതി വെച്ചിരിക്കുന്നു. റസൂൽ പറഞ്ഞു, ഇദ്ഹബൂ, നിങ്ങൾക്ക് പോകാം, വഅൻതും തുലഖാ, നിങ്ങൾ സ്വതന്ത്രന്മാരാണ്, നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. ലാ തദ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് പ്രതികാരമില്ലാത്ത ദിവസമാണ്. കല്ലെറിഞ്ഞവരെ മാപ്പ്, കൂക്കി വിളിച്ചവരെ മാപ്പ്, എന്നെ ഉപദ്രവിച്ചവരെ മാപ്പ്, എന്റെ പാവങ്ങളായ സഹാബികളെ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചഴച്ചവരെ മാപ്പ്, അവരുടെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ചവരെ മാപ്പ്, എല്ലാവർക്കും മാപ്പ് മാപ്പ് മാപ്പെന്ന് പറയുമ്പോൾ സിദ്ദീഖിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. ഹബീബിന്റെ ഔദാര്യം, ഹബീബിന്റെ വിശാല ഹൃദയം, ഹബീബിന്റെ വിശാല മനസ്സ്. റസൂലേ, അങ്ങയുടെ ഔദാര്യത്തിന് മുമ്പിൽ ശത്രു പോലും മുട്ടുമടക്കാൻ നിർബന്ധിതനാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുണ്ടെടുത്തുകൊണ്ട് തന്റെ മുണ്ടെടുക്കുന്നതിന് മുമ്പ് അവൾ ഒരാളോട് വിളിച്ചു പറയാൻ കൽപ്പിച്ചു. കഅബയുടെ മുകളിൽ കയറിയിട്ട് എന്താ വിളിച്ചു പറയേണ്ടത്? അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും കടന്നാൽ അവനും രക്ഷയുണ്ട്. എന്താ വിളിച്ചു പറയണത്? ഒളിഞ്ഞു പോയിരിക്കുക അബൂ സുഫിയാൻ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ നോക്കാൻ. എന്നിട്ട് എന്താ അവിടെ സഹാബി വിളിച്ചു പറയണത്? അബൂ സുഫിയാന്റെ വീട്ടിൽ പോയി കടന്നവരെ പോലും ആക്രമിക്കൂല. നോക്കണം, ഈ ദീനിൽ പ്രതികാരമില്ല, ഈ ദീനിൽ തിന്മയെ തിന്മ കൊണ്ട് തടയലില്ല, ഈ ദീനിൽ തിന്മക്ക് പകരം നന്മ, ഈ ദീനിൽ അക്രമത്തിന് പകരം സമാധാനം, ഈ ദീനിൽ കുറ്റങ്ങൾക്ക് പകരം ക്ഷമ, ഈ ദീനിൽ അധർമ്മത്തിന് പകരം ധർമ്മം, ഈ ദീനിൽ അസത്യത്തിന് പകരം സത്യം, ഈ ദീനിൽ അനീതിക്ക് പകരം നീതി, ഈ ദീനിൽ ആചാരത്തിന് പകരം സദാചാരം, ഈ ദീനിൽ അരാജകത്വത്തിന് പകരം സമാധാനം. അബൂ സുഫിയാന്റെ വീട്ടിൽ ആര് കടന്നോ അവനും രക്ഷയുണ്ട്. അതിങ്ങനെ കേട്ടപ്പോ അബൂ സുഫിയാൻ വീർപ്പ് നേരെ വീണു. എന്താ കേൾക്കണത്? ഈ എല്ലാവിധ തോന്നിവാസങ്ങൾക്കും നേതൃത്വം കൊടുത്ത എന്റെ വീട്ടിൽ എന്റെ ആൾക്കാർ കയറിയ അവരെ പോലും മുഹമ്മദും കൂട്ടരും ആക്രമിക്കില്ലെന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ സഹാബി വന്നിട്ട് പറഞ്ഞു, അബൂ സുഫിയാൻ മാപ്പുണ്ടോ റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തുകൊണ്ട് അബൂ സുഫിയാന് മാപ്പില്ല? അബൂ സുഫിയാനും മാപ്പ് കൊടുത്തു. എല്ലാവർക്കും മാപ്പ് ഇന്ന് പ്രതികാരമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അബൂ സുഫിയാന് മാത്രം എന്ത് ഒഴിവ് കഴിവ്? എന്നാ ഞാൻ പോയി പറഞ്ഞോട്ടെ. അബൂ സുഫിയാന്റെ അടുത്ത് പോയിട്ട്, അബൂ സുഫിയാൻ എന്റെ അകന്ന ബന്ധത്തിലെ ആളാണ്, എനിക്കും കൂടി ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള കേസാണ്, ഇപ്പൊ ഇന്ന് രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ പോയി പറഞ്ഞോളൂ. പക്ഷെ ഞാൻ പോയി പറഞ്ഞാല് അബൂ സുഫിയാൻ വിശ്വസിക്കുമെന്നാവും. നിങ്ങൾ അബൂ സുഫിയാന് മാപ്പെടുത്തെന്ന് പറഞ്ഞാൽ സാക്ഷാൽ അബൂ സുഫിയാൻ പോലും വിശ്വസിക്കില്ല. കാരണം അത്ര വലിയ അതിക്രമങ്ങൾ അബൂ സുഫിയാൻ അങ്ങേക്കെതിരെ ചെയ്തിട്ടുണ്ടല്ലോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വസിക്കില്ലേ? എന്നാ തെളിവിന് വെച്ചോ എന്റെ മുണ്ട്, ഇത് എന്റെ മുണ്ടാന്ന് പറയാ അബൂ സുഫിയാനോ. ഞാൻ മാപ്പ് തരാൻ പോണെന്നുള്ളതിന്, നിങ്ങൾ എന്നെ കണ്ടു എന്നുള്ളതിന്, ഞാൻ മാപ്പ് നൽകി എന്നുള്ളതിന് എന്റെ മുണ്ട് കൊണ്ടുപോയിട്ട് അബൂ സുഫിയാന്റെ കൈ കൊടുക്ക്, എന്റെ മേൽമുണ്ട്. എന്നിട്ട് പറ, റസൂല് നേരിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന കൊടിയ ശത്രുവിന്റെ അടുക്കലേക്ക് ഈ സഹാബി ഓടിച്ചെന്നിട്ട് ആ പുണ്യമായ തൂവാല കാണിച്ചു. സ്വർഗസുഗന്ധമുള്ള തൂവാല, അത്തറിന്റെ പരിമളമുള്ള തൂവാല, സ്വർഗനായകത്വം വഹിക്കുന്ന പുണ്യഭൂമാന്റെ തൂവാല. അബൂ സുഫിയാനെ മാപ്പ്, നിങ്ങൾക്ക് മാപ്പ്, കടന്നു വരിക അബൂ സുഫിയാനെ. അബൂ സുഫിയാൻ കടന്നു വരികയാണ് ആ സദസ്സിലേക്ക്, രാജാവിന്റെ സദസ്സിലേക്ക്. സലാമുസ് പൽക്കെ ജിസ്നെ ബേക്ക് സോങ്കി ദസ്തഗീരി കി, പാവപ്പെട്ടവന്റെ കൈപിടിച്ചുയർത്തിയോരേ സലാം. സലാമുസ് പൽക്കെ ജിസ്നെ ബാദ്ശാഹി മേ ഫഖീരി കി, രാജാവായപ്പോഴും ഫക്കീറായോരേ അങ്ങേക്ക് സലാം. രാജാവാകേണ്ട സമയത്തും ഫക്കീറായോരേ അങ്ങേക്ക് സലാം. രാജാവായപ്പോഴും ഫക്കീറായി നിലകൊണ്ടോരേ അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയെ കുറിച്ച് കവി പറഞ്ഞ പോലെ പറയാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം. അത് കണ്ട് വളർന്ന ആളാണ് സിദ്ദീഖ്. ആ സിദ്ദീഖ് സദഖയുടെ കാര്യത്തിന് മുമ്പിലായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ ഒരു സംഭവം ഉണ്ടായി.
ആ സംഭവം അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിത വായിച്ചുകൊണ്ട് ഞാൻ പറയാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു കാര്യമെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക. ഇതിനെ പറ്റിയൊക്കെ ഈ മനുഷ്യൻ എഴുതിയല്ലോ അല്ലേ? ഈ മനുഷ്യൻ എഴുതാത്തൊരു വിഷയമുണ്ടോ? അല്ലാമ ഇഖ്ബാൽ എന്തിനെ കുറിച്ചാ പറയാത്തത്? ദീനിനോട് ബന്ധപ്പെട്ട ഏത് കാര്യത്തെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സിദ്ദീഖിന്റെ ജീവിതത്തിലെ ഒരു വലിയ സംഭവത്തെ കുറിച്ച് ഇഖ്ബാൽ ഒരു നീണ്ട കവിത എഴുതി. ഒരു 2 വരിയല്ല. ആ കവിത അങ്ങോട്ട് വായിച്ചാൽ ആ സംഭവം അങ്ങോട്ട് വ്യക്തമാവും എന്നുള്ളത് കൊണ്ട് ഞാനത് വായിക്കാം. കൂടുതലൊന്ന് പറഞ്ഞോട്ടെ. ഏതാനും ചെറുപ്പക്കാർ ചേർന്നിട്ട് ഉള്ള ഒരു സംരംഭമാണ് അല്ലാമ ഇഖ്ബാലിന്റെ പുസ്തകം, ഇഖ്ബാലിന്റെ ലേഖനങ്ങൾ. പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രകാശനം ചെയ്തത്. അത് വാങ്ങണം നിങ്ങൾ. ഇഖ്ബാലിന്റെ കവിത അങ്ങനെ കേട്ട് തിരക്കടില്ല എന്ന് പറഞ്ഞാൽ പോരാ. ആ മനുഷ്യനോട് സ്നേഹം, അദ്ദേഹത്തിന്റെ കവിതകളും സിദ്ധാന്തങ്ങളും പരക്കട്ടെ, പ്രചരിക്കട്ടെ. മറ്റു പലരെ കുറിച്ചും ഇവിടെ പറയാൻ ആളുണ്ടല്ലോ. ഇവിടെ പല കവികളെ കുറിച്ചും കൊണ്ടാടാൻ ആളുണ്ടല്ലോ. ഇങ്ങനൊക്കെ ഒരു കവി ഉണ്ടായിരുന്നുള്ള വിവരം 4 ആൾ അറിയട്ടെ. അത് നിങ്ങൾ സഹകരിക്കണം. ഒരു പ്രസംഗിച്ചാതും പരക്കൂല. പ്രസംഗം കണ്ട് വായുവിൽ ലയിച്ചു പോയാലും അക്ഷരങ്ങളിൽ കിടക്കേണ്ടതാണ് പുസ്തകം. അതുകൊണ്ട് ഇഖ്ബാല് നിലനിൽക്കണം, ഇഖ്ബാലിനെ നിലനിർത്തണം, ഇഖ്ബാലിന്റെ കവിതയെ പ്രചരിപ്പിക്കണം. അതിന് ഒരു 25 രൂപ കൊടുത്തിട്ട് ആ നവോത്ഥാനം പബ്ലിക്കേഷൻസിനോട് സഹകരിച്ചിട്ട് അല്ലാമ ഇഖ്ബാലിന്റെ ലേഖനങ്ങളുടെ പ്രതി വാങ്ങിക്കണം. അതിന്റെ മുഖചിത്രത്തിൽ സ്പെയിനിലെ മസ്ജിദിൽ ഇഖ്ബാൽ നിസ്കരിച്ചിരിക്കുന്ന ആ ചിത്രം, മുസല്ല വിരിച്ച് നിസ്കരിച്ചിരിക്കുന്ന ആ ചിത്രം മനസ്സിന്ന് മായാത്ത ചിത്രമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ചർച്ചാക്കി മാറ്റപ്പെട്ട മസ്ജിദിൽ അല്ലാമ ഇഖ്ബാൽ ആദ്യമായിട്ടാണ് പിന്നീട് നമസ്കാരം നിർവഹിച്ചത്. ആ ഇഖ്ബാലിന്റെ കവിതകൾ പരക്കട്ടെ, എല്ലായിടത്തും പരക്കട്ടെ. ഒരു മനുഷ്യൻ മരിച്ചു പോയിട്ടൊരു കവി ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടത് ഇഖ്ബാലിനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. ഉറുദു ഭാഷയിൽ ഒരു ദിവസം ഒരു മാസത്തിൽ 100ഓളം പുസ്തകമെങ്കിലും ഇഖ്ബാലിനെ കുറിച്ച് ഇറങ്ങുന്നുണ്ടെന്ന ഒരു ഉത്തരേന്ത്യൻ പണ്ഡിതൻ എഴുതിയത്. ഏതൊരു കവിക്ക് ഉണ്ടായിട്ടുണ്ടാവും ഈ ഭാഗ്യം? ഒരു മാസത്തിൽ 100 പുസ്തകം ഒരാളെ കുറിച്ച്. മരണപ്പെട്ടു പോയിട്ട് 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് എന്നിട്ടൊരു മാസത്തിൽ 100 പുസ്തകം എപ്പോഴും ഇറങ്ങി. ഓരോ ദിവസവും ഡൽഹിയിലെ ഉറുദു ബാസാറിൽ പോയി നോക്കിയാൽ ഇഖ്ബാലിനെ കുറിച്ച് ഇറങ്ങിയൊരു പുതിയ പുസ്തകം നിങ്ങൾക്ക് ആ ഉറുദു മാർക്കറ്റിൽ കാണാതിരിക്കാൻ സാധിക്കില്ല. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കുറിച്ച് എന്താ എത്രയേറെ പറയാനുള്ളത്? പുതുമ എന്നെന്നും പുതുമ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്നെയും പുതുമ. ഒന്നുമല്ല, പുതുമക്ക് കാരണം അതിന്റെ ഈ ആത്മാവാണ്. അതിന്റെ ആത്മാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്താണ്. इरशाद सुन के फरत तरब से उमर उठे उस रोज उनके पास थे दिरहम कई हजार. ആയിരക്കണക്കിന് ദിർഹം ഉണ്ടായിരുന്ന ഹസാർ ഉമറിന്റെ കയ്യിൽ. ഉമർ റളിയല്ലാഹു എഴുന്നേറ്റു. ദീനിന്റെ ഹക്കായ മാർഗത്തിൽ ആര് ചെലവഴിക്കാൻ തയ്യാർ? നിങ്ങളുടെ കൂട്ടത്തിൽ കാശും പണമുള്ളവർ ചെലവഴിക്കാൻ തയ്യാറുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുസഭയിൽ ചോദിക്കേണ്ട താമസം ഉമർ എഴുന്നേറ്റു. दिल में ये कह रहे थे कि सिद्दीक से जरूर बढ़कर रखेगा आज कदम मेरा राहवार. ഉമർ അപ്പോൾ ഹൃദയത്തിൽ പറഞ്ഞു, ഇത്തവണ ഏതായാലും സിദ്ദീഖിനെ തോൽപ്പിക്കണം. ഈ തവണ അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കണം. ഏത് കാര്യത്തിന് മുമ്പിൽ സിദ്ദീഖാണ്. നിസ്കാരത്തിന് മുമ്പിൽ സിദ്ദീഖ്, നോമ്പിന് മുമ്പിൽ സിദ്ദീഖ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വർഗ്ഗത്തിൽ വാതിലുണ്ട്, നോമ്പിന്റെ വാതിൽ, നിസ്കാരത്തിന്റെ വാതിൽ, മറ്റ് പലതിന്റെയും വാതിൽ, എല്ലാ വാതിൽക്കലൂടെയും മലക്കുകൾ മാടി വിളിക്കുന്ന ആളായിരിക്കും അബൂബക്കറെ നിങ്ങൾ. ഈ തവണ തോൽപ്പിക്കണം. ആരെങ്കിലും സദഖയുടെ കാര്യം പറഞ്ഞാൽ സിദ്ദീഖ് എന്നും സദഖയിൽ മുമ്പിലാണ്. ഈ തവണ തോൽപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സ് കണ്ടു. പൂछा हुजूर सरवर आलम ने उमर ए वो के जोश हक से तेरे दिल को है करार रखा है कुछ इयाल की खातिर भी तूने क्या മുസ്ലിം है अपने खवीश अकारिब का हक गुजार. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാധനങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി, പലതും വരാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലുള്ള പല സമ്പത്തുകൾ, ഗോതമ്പ്, മറ്റു ധാന്യങ്ങള്, ഒട്ടകങ്ങള്, കുതിരകള് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറേ, മക്കൾക്ക് വേണ്ടി വല്ലതും കരുതി വെച്ചോ? കുടുംബം നോക്കാനുള്ള ബാധ്യതയുണ്ട് ഒരു മുസൽമാൻ. ഇഖ്ബാലിന്റെ മനോഹരമായ ഭാഷയിൽ മക്കളെ വല്ല ചിന്തയും നിനക്ക് ഉണ്ടായില്ലേ ഉമറേ? മുസ്ലിം കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും ഹക്ക് വീട്ടാനും മുസൽമാൻ ബാധ്യസ്ഥനാണ്. ഉമറേ, ആ ഹക്ക് നിന്റെ മനസ്സിലുണ്ടായിരുന്നില്ലേ? എല്ലാം കൂടി ഇങ്ങോട്ട് കൊടുത്തയച്ചിട്ടാണോ? कि अर्ज निस्फ़े माल है फर्जंदो जिनका हक बाकी जो है वो मिल्लते बैजा पर निसार. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ നിസ്ഫ് പകുതി കരുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്ഫ് ഞാൻ പകുതി വെച്ചു. ബാക്കി जो है वो मिल्लते बैजा पर निसार, ബാക്കി മുഴുവൻ ഞാൻ ഈ സമുദായത്തിന് വേണ്ടി അർപ്പിച്ചിരിക്കാം. इतने में वो रफीक नबूवत भी आ गया
इतने भी वो रफीक नबूवत भी आ गया जिससे बनाया इश्क मोहब्बत है इस्तिवार. അപ്പോഴേക്ക് ആള് വന്നു. ഇക്ബാൽ എന്താണ് പേരിട്ടെന്നറിയോ? റഫീഖെ നുബുവത്ത്, പ്രവാചകത്വത്തിന്റെ കൂട്ടുകാരൻ. നോക്കണം, ആ പേന സ്വർണ്ണ മഷി കൊണ്ട് എന്താ സിദ്ദീഖിനെ എന്താ വിശേഷിപ്പിച്ചത്? അല്ലാമാ ഇക്ബാൽ വാഴ്ത്തപ്പെടട്ടെ, അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ. റഫീഖെ നുബുവത്ത്, നുബുവത്തിന്റെ റഫീഖ്, പ്രവാചകത്വത്തിന്റെ കൂട്ടുകാരൻ. റസൂൽ പ്രവാചകത്വത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ ആ പ്രവാചകത്വം കിട്ടിയിട്ടില്ലെങ്കിലും അതിന്റെ കൂട്ട് കിട്ടിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് വളരെ മനോഹരമായ പദപ്രയോഗത്തിലൂടെ ഹസ്രത്ത് ഹക്കീമെ ഉമ്മത്ത്, ഷായിറെ ഇസ്ലാം, ആഷിഖെ റസൂൽ അല്ലാമാ ഇക്ബാൽ പറയുകയാണ്, ഇത്നെ മേ വോ റഫീഖെ നബുവത്ത് ഭി ആ ഗയാ ജിസ്സേ ബനായ ഇശ്ഖ മുഹബ്ബത്ത് ഹെ ഇസ്തിവാർ. സ്നേഹത്തെ ഭദ്രമാക്കിയ ആ റഫീഖ് കടന്നു വന്നു. ബോലെ ഹുസൂർ ചാഹിയെ ഫിക്രോ ഇയാൽ ഭി कहने लगा वो इश्क मोहब्बत का राज़दार. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ച അതേ ചോദ്യം സിദ്ദീഖിനോടും ചോദിച്ചു. അബൂബക്കർ കുടുംബത്തിനൊന്നും കരുതി വെച്ചില്ലേ? എല്ലാം കൂടി കൊണ്ടുവന്നിരിക്കണോ? ഉമറിനോട് ചോദിച്ച അതേ ചോദ്യം. ए तुझसे दे दो अंजुम फरोग गिर ए तेरी जात बाइद तकवीन रोजगार. അബൂബക്കർ മറുപടി പറയാണ്, നബിയെ വിളിക്കാണ്, തുജിസെ ദീ ദോ അഞ്ചും ഫറോഗ ഗീർ, നക്ഷത്രങ്ങൾ വെളിച്ചം കടമെടുത്തവനെ. റസൂലുള്ളാഹിനോട് സിദ്ദീഖ് പറയാൻ പോവാണ്, നക്ഷത്രം വെളിച്ചം കടമെടുത്തോരെ, അങ്ങയുടെ മുഖത്ത് നിന്നാണ് നക്ഷത്രം അതിന്റെ വെളിച്ചം കവർന്നെടുത്തത്. ഇക്ബാലിന്റെ മനോഹരമായ ഭാഷ, അങ്ങയുടെ മുഖത്ത് നിന്നാണ് ഹബീബായ നബിയെ ആ വെളിച്ചം നക്ഷത്രം കവർന്നെടുത്തത്. നബിയെ, ആ നബിയെ അങ്ങയോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ വീട്ടിൽ ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമാണ്. എന്റെ കുട്ടികൾക്ക് അല്ലാഹനെ ബാക്കി വെച്ചു, അവന്റെ റസൂലിനെ ബാക്കി വെച്ചു. ബാക്കി മുഴുവൻ ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. വീട്ടിലെ ഗോതമ്പ്, വീട്ടിലെ ധാന്യമണികൾ, വീട്ടിലെ കുതിരകൾ, വീട്ടിലെ ഒട്ടകങ്ങൾ, വീട്ടിലെ കോവർ കഴുതകൾ വരെ ഇതാ വരി വരിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. മദീനയുടെ മസ്ജിദിന്റെ മുമ്പിലേക്ക് പകുതി വീട്ടിൽ വെച്ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അതിനൊരുങ്ങും മുമ്പ് ഇത്തവണയെങ്കിലും അബൂബക്കറിനെ തോൽപ്പിക്കണമെന്ന് മനസ്സിൽ മോഹം തോന്നിയപ്പോൾ പകുതി വീട്ടിൽ വെച്ച ഉമറിന്റെ മുമ്പിൽ ഞാൻ എന്റെ വീട്ടിൽ വെച്ചത്, ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, ഞാൻ വീട്ടിൽ ബാക്കി വെച്ചത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ്. ആ കവിത അല്ലാമാ ഇക്ബാലി രണ്ടുവരിയോടെ അവസാനിപ്പിക്കുന്നു. പർവാനെ കോ ചരാഗ് ഹേ ബുൽബുൽ ക ഫൂൽ ബസ്, परवाने को चराग है बुलबुल का फूल बस, सिद्दीक के लिए खुदा का रसूल बस. परवाने को चराग है, പാറ്റക്ക് വിളക്ക് മതി, പാറ്റക്ക് വിളക്ക് മതി. എന്ത്? പാറ്റക്ക് വിളക്ക് മതി. എവിടെയെങ്കിലും വിളക്ക് കത്തിച്ചു വെച്ചാൽ ഏതെങ്കിലും മകലെ നിന്ന് പാറ്റ പറന്നു വരികയാണ്. എന്തിനാ പറന്നു വരുന്നത്? ആ വിളക്കിനെ പ്രേമിച്ചിട്ട് കടന്നു വരികയാണ്. വിളക്കിനോടുള്ള പ്രേമം നിയന്ത്രിക്കാൻ കഴിയാതെ പാറ്റ ഏതോ ദിക്കിൽ നിന്ന് പൊടിഞ്ഞ് 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 വിളക്കിന്റെ ചുറ്റുവട്ടത്ത് വന്നിട്ട് വിളക്കിനെ പ്രേമിച്ച് പ്രേമിച്ച് പാട്ടുപാടി പാട്ടുപാടി വിളക്കിനെ സ്തുതിച്ച് അതിനു ചുറ്റും വലയം വെക്കുകയാണ്. അവസാനം പാറ്റ എന്താ ചെയ്യണത്? വിളക്കിൽ കിടന്നിട്ട് കളിച്ചാവുക. പ്രേമിച്ചു പോയ വിളക്കിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് പാറ്റ. പാറ്റ പാവായിരിക്കാം, രണ്ട് ചിറകുള്ളൊരു സാധു ജീവിയല്ലേ, പക്ഷെ പാറ്റ പ്രേമിച്ചവന് ജീവൻ കൊടുക്കുന്നവനാണ്. സ്നേഹത്തിന് ജീവൻ കൊടുക്കുന്ന സാധനം. അല്ലാമാ ഇക്ബാലിന്റെ ബുദ്ധിയും ഹൃദയവും എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. പർവാനെ കോ ചറാഗ് ഹേ, പാറ്റക്ക് വിളക്ക് മതി. ബുൽബുൽ ക ഫൂൽ ബസ്, ബുൾബുൾ മൈനക്ക് പൂവ് മതി. ബുൾബുൾ മൈനക്ക് പൂവ് മതി. ബുൾബുൾ മൈന പാട്ടുപാടി വരുന്നത് പൂവിന്റെ തേൻ കുടിക്കാനാണ്. പൂവിനെ കണ്ടാൽ ബുൾബുൾ മൈനക്ക് തൃപ്തിയായി, വിളക്ക് കണ്ടാൽ പാറ്റക്കും തൃപ്തിയായി. സിദ്ദീഖ് കേ ലിയേ ഖുദാ ക റസൂൽ ബസ്, അബൂബക്കറിന് അല്ലാഹുവിന്റെ റസൂൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാറ്റക്ക് വിളക്ക് മതി, ബുൾബുൾ മൈനക്ക് പൂവ് മതി, സിദ്ദീഖിന് റസൂൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ആ ഉപമ? എന്തിനാ ഒരുപാട് പ്രസംഗിക്കുന്നില്ലേ? മണിക്കൂർ എന്തിനാ നമ്മളൊക്കെ തൊള്ളടുന്നത്? രണ്ട് വരി പോലെ സിദ്ദീഖിനെയും ഫാറൂഖിനെയും ചർച്ച ചെയ്യാൻ എന്നെപ്പോലുള്ള കഴിവ് കെട്ടവൻ എത്ര മണിക്കൂർ വേണം? അല്ലാമാ ഇക്ബാലിനെ പോലെ ഭാഗ്യം ചെയ്തവന് 2 വരി മതി. പർവാനെ കോ ചറാഗ് ഹേ ബുൽബുൽ ക ഫൂൽ ബസ്, ബസ് മതി. നമ്മൾ മതിയില്ലേ? ബസ്
നമ്മൾ മലയാളത്തിലും പറയാറുണ്ട് ബസ്. ചോറിനി വേണോ, ഇനി വിളമ്പണോ? ബസ് മതി. പർവാനക്കോ ചറാഗ് ഹേ, വിളക്ക് മതി, വിളക്കിന് പാറ്റ മതി. ബുൾബുൾ കോ ഫൂൽ ബസ്, ബുൾബുൾ പക്ഷിക്ക് പൂവ് മതി. സിദ്ദീഖ് കേ ലിയേ അബൂബക്കർ സിദ്ദീഖിന് ഖുദാ ക റസൂൽ ബസ്, അല്ലാഹുവിന്റെ റസൂൽ മതി. ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ധന്യമായ ബന്ധം എന്താണ്?